വെരി വാം വെൽക്കം. ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു യാത്ര തിരിക്കുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ എവിടെയാണെന്നല്ലേ? നോർത്ത് ഈസ്റ്റിലേക്ക്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ദാ ഇവിടെ. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആക്ച്വലി 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നതാണ്. 7 സ്റ്റേറ്റ്സ് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്കൂൾ ജോഗ്രഫിയിൽ നിങ്ങൾ നാച്ചുറലി പഠിച്ചിട്ടുണ്ടാകും. എന്നാലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. എനിവേ, നമ്മൾ പോകാൻ പോകുന്നത് മേഘാലയയിലേക്കാണ്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് 7 സിസ്റ്റേഴ്സിലെ ഒരു സ്റ്റേറ്റായ മേഘാലയയിലേക്കാണ്. മേഘാലയ ആക്ച്വലി ആസാമിൻ്റെ ഒരു പാർട്ടായിരുന്നു. ആസാമിലെ 2 ഡിസ്ട്രിക്ട്സ് അടർത്തി മാറ്റിയിട്ടുണ്ടാക്കിയ ഒരു പുതിയ സ്റ്റേറ്റാണ് മേഘാലയ 1972. മേഘാലയ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, മേഘോം കാ ആലയ, ബാദലോം കാ ഘർ, അബോർഡ് ഓഫ് ക്ലൗഡ്സ്. അതാണ് മേഘാലയയുടെ അർത്ഥം. ഒരുപാട് മേഘങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം മേഘാലയ. മേഘാലയയുടെ ക്യാപിറ്റൽ ഷിലോങ്ങിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഷിലോങ് എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പ്രകൃതി രമണീയമായ മലകളും അരുവികളും പച്ചിപ്പും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഷിലോങ് അറിയപ്പെടുന്നത് തന്നെ സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ്. ഈസ്റ്റിലെ സ്കോട്ട്ലാൻഡ്, അത്രയ്ക്ക് മനോഹരമാണ് ഷിലോങ്. അതുകൊണ്ട് തന്നെ അതിനെ സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്നു. ഈ യാത്ര നമ്മൾ പോകുന്നത് മേഘാലയയിലെ ഷിലോങ്ങിൽ നിന്ന്, ക്യാപിറ്റലായ ഷിലോങ്ങിൽ നിന്ന് ചെറാപുഞ്ചിയിലേക്കാണ്. ചെറാപുഞ്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേൾഡിലെ വെറ്റസ്റ്റ് പ്ലേസ് ആയിട്ട് റെക്കോർഡ് ഹോൾഡ് ചെയ്ത, കുറേ വർഷം റെക്കോർഡ് ഹോൾഡ് ചെയ്ത ഒരു പ്ലേസാണ് ഇന്ത്യയിലെ ചെറാപുഞ്ചി, ഈ മേഘാലയയിലെ. പക്ഷേ പിന്നീട് അതിൻ്റെ അടുത്ത് തന്നെ മോസിൻറാം എന്ന് പറഞ്ഞൊരു പ്ലേസാണ് ഇപ്പോഴത്തെ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത് വെറ്റസ്റ്റ് പ്ലേസ് ആയിട്ട്. ചെറാപുഞ്ചി ഒരുപാട് നാളെ റെക്കോർഡ് ഹോൾഡ് ചെയ്തിരുന്നു. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് അനുസരിച്ച് മോസിൻറാം 26,000 മില്ലിമീറ്റേഴ്സ് ഓഫ് റെയിൻഫോളാണ് അത് ഹോൾഡ് ചെയ്തത് 1985. അതാണ് അതിൻ്റെ റെക്കോർഡ്. അപ്പോൾ ഈ യാത്ര ആക്ച്വലി നയിക്കുന്നത് പ്രദീപ് പന്താണ്. യാത്ര നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്. മനുഷ്യവികാസത്തിൻ്റെ നമ്മൾ ഹിസ്റ്ററി എടുത്താൽ യാത്ര മനുഷ്യന് അനിവാര്യമായ ഒരു കാര്യമാണ്. യാത്രയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു, കാണുകയും ചെയ്യുന്നു. പക്ഷേ ചിലർ യാത്രകൾ എഴുതി രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ എഴുതിയ ഒരു യാത്രാ വിവരണമാണ് ചെറാപുഞ്ചി സേ ആയാ ഹും. യാത്രാ വിവരണം നമ്മളെ ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ കൾച്ചർ, ബ്യൂട്ടി, അവിടുത്തെ ഭാഷ, ജീവിത രീതി, അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം നമ്മളെ അനുഭവവേദ്യമാക്കുന്ന ഒന്നാണ് യാത്രാ വിവരണം. അപ്പോൾ ഈ യാത്ര പ്രദീപ് പന്തിൻ്റെ കൂടെ നമ്മളും പോവുകയാണ് ഷിലോങ്ങിൽ നിന്ന് ചെറാപുഞ്ചിയിലേക്ക്. അദ്ദേഹം പറയാണ്, മേഘാലയ യാനി ബാദലോं का घर और मेघालय की राजधानी शिलोंग एक हरा भरा पर्वतीय नगर जहाँ हर वक्त बादल ഉമടത്തെ ഘുമടത്തെ രഹത്തെ ഹെ. ഈ ഷിലോങ്ങിൽ നിന്നുള്ള യാത്ര, അവിടെ എല്ലാം എപ്പോഴും മേഘങ്ങൾ ഇങ്ങനെ ഉമടത്തെ ഘുമടത്തെ രഹത്തെ, മേഘങ്ങളുടെ ആരവമാണ് എപ്പോഴും. ഈ ഹരാഭര പർവ്വതീയ നഗരാണ്, ഒരു മൗണ്ടൻ ഏരിയ ആണ്, നല്ല ഗ്രീനറി ഉള്ള ഹരാഭരയാണ്. ദൂർ ദൂർ തക് കहीं ബർഫ് കാ നാം नहीं फिर भी अनायास ബാബ നാഗാർജുൻ की കവിത യാദ് ആ ജാത്തി ഹെ. ആ മലനിരകളെല്ലാം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയല്ല, എങ്ങും മഞ്ഞ് കാണാനില്ല. എന്നിരുന്നാലും ഹിന്ദിയിലെ ഒരു വലിയ പോയിട്ടാണ് നാഗാർജുൻ, ബാബ നാഗാർജുൻ. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് മേഘങ്ങളെ പറ്റി. അമൽ ധവൽ ഗിരി കെ ശിഖറോം പർ ബാദൽ കോ ഘിർത്തെ ദേഖാ ഹെ. ആ കവിത ഓർമ്മ വരും. ഇവിടെ അമൽ ധവൽ ഗിരിയല്ല, എന്ന് വെച്ചാൽ മഞ്ഞ് മൂടിയിരിക്കുന്ന വെള്ള മലമുകളല്ല ഇവിടെ കാണുന്നത്. എന്നിരുന്നാലും ഈ മേഘങ്ങൾ കാണുമ്പോൾ പ്രദീപ് പന്തിന് ഈ ഒരു കവിത, നാഗാർജുൻ്റെ ഈ ഒരു കവിത അനായാസമായി ഓർമ്മ വരികയാണ്. ഇത്തനാ ബഡാ സ്വച്ഛ സുന്ദർ പർവ്വതീയ നഗർ അപ്നെ ഉത്തർ ഭാരത് മേ കഹീ നഹീ ഹെ. ഇത്രയും മനോഹരമായ ഒരു ഹില്ലി ഏരിയ, ഒരു മൗണ്ടേനിയസ് ഏരിയ നോർത്ത് ഇന്ത്യയിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല.
ऐसी हरितिमा भी शायद ही कहीं देखने को मिले। शिलोंग का मुख्य बाज़ार अल्मोड़ा के लाला बाज़ार से मिलता जुलता है। स्त्री पुरुषों के चेहरे, नाक नक्श भी कुछ कुछ वैसे ही। लेकिन ना तो अल्मोड़ा का मौसम ही शिलोंग जैसा सुहावना है और ना अल्मोड़ा में शिलोंग जैसी ഹരിതിമ है. ഇദ്ദേഹത്തിൻ്റെ പ്ലേസ് അൽമോഡായും ഷിലോങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് ഇദ്ദേഹം പറയാണ് അവിടുത്തെ മനുഷ്യരുടെ രൂപഭാവങ്ങളും ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാം സിമിലാരിറ്റി ഉണ്ടെങ്കിലും ആ ഒരു പ്രകൃതി രമണീയത ഷില്ലോങ്ങിന് വളരെയധികം കൂടുതലാണ്. അതുപോലെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് മോസം വളരെ സുഹാവനയാണ് ഷില്ലോങ്ങിൻ്റെ ക്ലൈമറ്റ്. और शिलोंग से चेरापूंजी की ओर जाता मार्ग दोनों ओर पहाड़ों और दरख्तों से पटा पड़ा है. यह ऊंचा नीचा സർപ്പാക്കാർ രാസ്ത. ഷിലോങ്ങിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് ചെറാപുഞ്ചിയിലേക്ക്. ഇത് ആക്ച്വലി ഒരു 53 കിലോമീറ്റർ ദൂരെ ഒരു യാത്രയാണ് ഇവർ തിരിക്കുന്നത്. ക്യാപിറ്റൽ ഓഫ് മേഘാലയ ഷിലോങ്ങിൽ നിന്ന് ചെറാപുഞ്ചി, ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടിയിരുന്ന ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. രണ്ട് വശത്തും മലകളാണ്. ദോനോ ഓർ പഹാഡോ ഓർ ഊഞ്ച നീച്ച സർപ്പാക്കാർ രാസ്ത. എല്ലാം ഒരു സർപ്പം പിണഞ്ഞിരിക്കുന്ന പോലത്തെ വഴികളാണ്. നമുക്കറിയാം യു ടേൺസും നമുക്ക് ഈ ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ പോകുന്ന ഈ ചുരം ഇറങ്ങുന്നതൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഈ റോഡുകളിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് സർപ്പം കിടക്കുന്ന പോലെ കിടക്കുന്നത്. रास्ते को पार करते हुए दिखाई पड़ते हैं बादल, बहती है सुहानी हवा और कभी कभी हो जाती है बूंदा बूंदी. ആ വഴികളൊക്കെ ഇങ്ങനെ പോകുമ്പം എപ്പോഴും മേഘങ്ങൾ നമുക്ക് തൊട്ടില്ല എന്ന രീതിയിൽ നമുക്ക് കാണാം. നല്ല കാറ്റ്, സുഹാവ്നി ഹവ, और कभी कभी हो जाती है बूंदा बूंदी. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ഇടയ്ക്ക് മഴയും പെയ്യും. हमारी जीप शिलोंग से 53 किलोमीटर दूर चेरापूंजी की ओर बढ़ रही है. मेरे साथ राज्य के एक अधिकारी श्री संगमा और उनके 2 दोस्त बैठे हैं. അപ്പോൾ ഇവർ ഈ പോകുന്നത് ജീപ്പിലാണ്. ഈ മൗണ്ടനസ് ഏരിയയിൽ എപ്പോഴും ഏറ്റവും സ്റ്റേഡി ആയിട്ടുള്ളൊരു വെഹിക്കിൾ ജീപ്പാണ്. ഈ ജീപ്പിൽ ഒരു സാങ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ഓഫീസറാണ്, ഗവൺമെൻറ് ഓഫീസറാണ്. അദ്ദേഹത്തിന് 2 സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഈ പ്രദീപ് പന്തുണ്ട്. അപ്പോൾ ഇവർ പോകുന്നത് ഈ ഒരു ജീപ്പിലാണ്. 53 കിലോമീറ്റർ ദൂരമുണ്ട് ഈ യാത്ര. मैं जीप की खिड़की बंद करते हुए सांगमा से पूछता हूँ, क्या साल भर यहाँ वर्षा होती रहती है? അങ്ങനെ ഞാൻ വളരെ കൗതുകത്തോടെ ചോദിക്കും, ഇവിടെ വർഷം മുഴുവൻ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുമോ? जी हाँ, सांगमा कहते हैं और पानी की चर्चा होने पर याद करते हुए से फिर कुछ रुक कर बताते हैं. आपको जानकर ताज्जुब होगा कि मेघालय में खपत से ज़्यादा पन बिजली का उत्पादन होता है. മഴയെപ്പറ്റി പ്രതിപാദിച്ചപ്പോൾ അദ്ദേഹം സാങ്മ, അവിടുത്തെ ലോക്കലാണ്, ഒരു ഗൈഡ് എന്ന രീതിയിൽ എൻ്റെ കൂടെ വരികയാണ്. അദ്ദേഹം പറയാണ്, താങ്കൾക്കിത് അറിഞ്ഞിട്ട് അതിശയം തോന്നും, ഞങ്ങളുടെ ഈ സ്റ്റേറ്റിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൻ ബിജ്ലി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഇലക്ട്രിസിറ്റി, വെള്ളം കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഇലക്ട്രിസിറ്റി, അത് ആക്ച്വലി ഞങ്ങൾ ഹമാരെ ഖപ്പത് സേ ജാദാ ഹെ, ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല അത്രയും, ഞങ്ങൾ അത്ര കൺസ്യൂം ചെയ്യുന്നില്ല. ഞങ്ങൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ വളരെ വലിയൊരു എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ സ്റ്റേറ്റ്, പക്ഷേ അത്രയും ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്നില്ല. ഹം അതിരിക്ത് ബിജ്ലി അന്യ രാജ്യോം കോ ദേ ദേത്തെ ഹെ, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർപ്ലസ് എമൗണ്ട് ഓഫ് എനർജി ഞങ്ങൾ മറ്റ് സ്റ്റേറ്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ऐसा मैं सचमुच आश्चर्य से पूछता हूँ. ഞാനങ്ങ് ഞെട്ടിപ്പോയി, ഇങ്ങനെയുണ്ടോ ഒരു സ്റ്റേറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളൊക്കെ മറ്റിടത്തുനിന്ന് കടമെടുക്കുന്നു, തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നുമൊക്കെ നമ്മൾ കടമെടുക്കുന്നു. ഇത് ഇവരാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും കൺസ്യൂം ചെയ്യുന്നില്ല പോലും. അപ്പോൾ അത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. लेकिन वह कहते हैं, आपको यह जानकर ताज्जुब होगा कि हमारे 50% से भी कम गाँवों में बिजली पहुंची है. അടുത്ത സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞ അടുത്ത ഫാക്റ്റ് അദ്ദേഹം പറഞ്ഞത് അതിനേക്കാളും ഞെട്ടിക്കുന്നതാണ്. ആദ്യം പറഞ്ഞു ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്നില്ല അത്ര ഇലക്ട്രിസിറ്റി, ഞങ്ങൾ പ്രൊഡ്യൂസ് അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നു. പിന്നീട് പറയാണ്, താങ്കൾക്കിത് അറിഞ്ഞിട്ട് അതിശയം തോന്നാം, താജുബ് ഹോഗ कि हमारे 50% से भी कम गाँवों में बिजली पहुंची है. ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ 50% ഗ്രാമങ്ങളിൽ പോലും ഇതുവരെ കറണ്ട് എത്തിയിട്ടില്ല, ഇലക്ട്രിക് വയർ വലിച്ചിട്ടില്ല 50% ഗ്രാമങ്ങളിൽ.
मैं चकित हूँ। यहाँ ज़्यादातर भूभाग, वन क्षेत्र और खनिज वस्तुएं वगैरह निजी हाथों में हैं, ആദിവാസിयों के हाथों में. അപ്പോൾ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടുത്തെ മിക്ക ഭൂപ്രദേശങ്ങളും വനപ്രദേശങ്ങളും പിന്നെ ഖനിജ് വസ്തുവെ ഈ മെറ്റൽസ് ആൻഡ് മിനറൽസ് നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഓരോരുത്തരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരുടെ കയ്യിലാണ്? ആദിവാസിയോं के हाथों में. ആദിവാസി നമുക്കറിയാം, ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് ലാൻഡ് എന്ന് പറയും, അബോജീൻസ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ അവരെ ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന് പറയും. അപ്പോൾ അവരാണ് അതിൻ്റെ പ്രധാന അധികാരികൾ, ആ വനപ്രദേശത്തിലെയും ആ വനസമ്പത്തിൻ്റെ എല്ലാം. എന്നിട്ട് ഈ ആദിവാസികളെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഈ ആദിവാസികളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ മേഘാലയയിൽ 3 മേജർ ട്രൈബ്സ് ആണുള്ളത്. ആദിവാസികൾ തന്നെ 3 മേജർ കാറ്റഗറീസാണ്. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, പക്ഷേ അതിൽ മെയിനായിട്ട് ഗാരോ, ഖാസി, ജൈന്തിയ, ഈ 3 വെറൈറ്റി ഓഫ് ട്രൈബ്സ് ആണ്. അത് ഓരോ മലപ്രദേശങ്ങൾ, ഇപ്പോൾ ഗാരോ ഹിൽസിൽ താമസിക്കുന്നവർ ഗാരോ ട്രൈബ്സ്, അതുപോലെ ഖാസി ഹിൽസിൽ താമസിക്കുന്നവർ ഖാസി, ജൈന്തി ഹിൽസിൽ താമസിക്കുന്നവരെ ജൈന്തി ട്രൈബ്സ് എന്ന് പറയും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? അഗർ ഇൻകെ ഇലാക്കെ മേ ബിജ്ലി ലേ ജാओ तो वे इस सुविधा का लाभ उठाने के बजाय सरकार से मुआवजा मांगते हैं. ഈ ട്രൈബൽ ഏരിയയിൽ നമ്മൾ കറണ്ട് എത്തിക്കുകയാണെങ്കിൽ ഇവർ അതിൻ്റെ ഉപയോഗം ചെയ്യുന്നതിന് പകരം അവർ ഗവൺമെൻറ്റിൽ നിന്ന് കോമ്പൻസേഷൻ ആവശ്യപ്പെടും. മുആവ്സ, കോമ്പൻസേഷൻ. മുആവ്സ കിസ് ചീസ് കാ മേ പൂച്ച്താ ഹൂँ. അപ്പം ഞാൻ വളരെ അതിശയിച്ചു, കാരണം നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം എങ്ങനെയും കറണ്ട് എത്തണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഇവിടെ കറണ്ട് എത്തിക്കുന്ന സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ഇവർ കോമ്പൻസേഷൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കും. സംഗ്മ समझाते हैं, मान लीजिए सरकार गांवों तक बिजली पहुंचाने के लिए खंबे लगाना चाहती है. जिसकी ज़मीन पर ये खंबे लगेंगे वे लोग कहेंगे कि इसके एवज़ में हमें मुआवजा दिया जाए. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇവർ ഗവൺമെൻറ് ഓരോ വില്ലേജിൽ ഇങ്ങനെ കറണ്ട് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏതായാലും ഈ ഇലക്ട്രിസിറ്റി തൂണ് നാട്ടണമല്ലോ കറണ്ട് എത്തിക്കണമെങ്കിൽ. അപ്പോൾ ഇവരുടെ ഏരിയയിൽ, ഇവരുടെ ഭൂമിയിൽ ഇത് ഈ ഇലക്ട്രിക് പോൾസ് നാട്ടുമ്പോൾ അവരതിനു വേണ്ടി പകരം ഞങ്ങളുടെ സ്ഥലത്തൂടാണ് കറണ്ട് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അതിന് കോമ്പൻസേഷൻ വേണമെന്നും പറഞ്ഞ് തർക്കിക്കും. അജീബ് തർക്ക ഹൈ ഉൻകാ कि बिजली लाने के लिए उनकी ज़मीन का इस्तेमाल किया जा रहा है. അവരുടെ വാദം എന്താണ്? കറണ്ട് വലിക്കുന്നതിന് അവരുടെ വസ്തുവിലൂടെ, അവരുടെ ഭൂമിയിലൂടെയാണിത് വലിക്കുന്നത്. सचमुच अजीब तर्क है, सुनकर हंसी आती है और रहस्य समझ में आता है कि मेघालय में खपत से ज़्यादा बिजली क्यों होती है. കേട്ടപ്പം ചിരി വന്നു, കാരണം സത്യമാണ്, വെറുതെ അല്ല അവിടെ അധികം കൺസ്യൂം ചെയ്യാത്തത് കറണ്ട്. പിന്നെ ആദിവാസികളുടെ ലൈഫ് സ്റ്റൈലും ജീവിത രീതിയും ഒക്കെ അവർക്ക് ആക്ച്വലി കറണ്ടിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് അവർക്കതിൻ്റെ നെസസിറ്റി ആവശ്യമില്ല. അവർ പ്രകൃതിയോട് വളരെ അടുത്ത് ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. പ്രകൃതിയെ വളരെ കുറച്ച് ചൂഷണം ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ആദിവാസികൾ. അപ്പോൾ അവർക്ക് ഈ കറണ്ടിൻ്റെ ആവശ്യം ഇല്ല. और रहस्य समझ में आता है कि मेघालय में खपत से ज़्यादा बिजली क्यों होती है और क्यों अतिरिक्त बिजली आसपास के राज्यों को दे दी जाती है. वैसे यदि यहाँ सभी गांव बिजली से जगमगा उठें तो भी अतिरिक्त बिजली का उत्पादन होता रहेगा. അപ്പോഴാണ് എനിക്ക് ആ സീക്രട്ട് മനസ്സിലായത്. ഇവർ എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റ്സിന് ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഇവരത്ര കൺസ്യൂം ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇവർ എല്ലാവരും കൺസ്യൂം ചെയ്തു തുടങ്ങിയാൽ പോലും പിന്നെയും സർപ്ലസ് എമൗണ്ട് ഓഫ് എനർജി ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കാരണം അത്രയ്ക്ക് മഴയാണ് വർഷം മുഴുവൻ ഇവർക്ക് ലഭിക്കുന്നത്. हम पहाड़ों को निहारते हुए चेरापूंजी की ओर बढ़ रहे हैं. सड़क के उस पार पहाड़ी कोहरे से घिरी हुई है. कुछ नहीं दिखाई देता सिवा धवल उज्ज्वल कोहरे के. या फिर कहीं कहीं कोहरे को चीरते हुए कुछ चोटियाँ और वृक्ष नज़र आते हैं. അപ്പോൾ ഈ മലകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ചെറാപുഞ്ചിയിലേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്യുകയാണ്. റോഡിൻ്റെ 2 സൈഡിലും കുഹരേസെ ഗിരി ഹുയി, മഞ്ഞ് മൂടിയിരിക്കുകയാണ്. കുച്ച് നഹി ദിഖായി ദേത്ത, വളരെ ഒട്ടും വിസിബിലിറ്റി ഇല്ല, കാരണം മഞ്ഞിങ്ങനെ മൂടിയിരിക്കുകയാണ്. സിവാ ധവൽ ഉജ്വൽ കുഹരെ, നല്ല വെളുത്ത മഞ്ഞിൻ്റെ ഇങ്ങനെ പടലം ഇങ്ങനെ കാണാം.
കहीं കहीं കുഹരെ കോ ചീർത്തെ ഹുവേ കുച്ച് ചോട്ടിയാ ഓർ വൃക്ഷ നസർ ആത്തെ ഹൈ. അങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ഞൊന്ന് തെളിയുമ്പോൾ മലമുകളോ അല്ലെ വൃക്ഷങ്ങളൊക്കെ കാണാം. തീൻ പർവ്വതീയ അഞ്ചലോമേ ബട്ടാ ഹുവാ ഹെ മേഘാലയ. അപ്പോൾ ഇനി ഇതിൻ്റെ ജോഗ്രഫിക്കൽ, നമ്മളൊരു യാത്ര തിരിക്കുമ്പോൾ യാത്രാ വിവരണത്തിൽ നമുക്കതിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് 3 പർവ്വതീയ അഞ്ചലോമേ ബട്ടാ ഹുവാ ഹെ മെയിനായിട്ട് 3 ഡിവിഷൻസാണ് ഈ മേഘാലയയിലുള്ളത്. ഒന്ന് ഖാസി പർവ്വത്, ഗാരോ പർവ്വത് ഓർ ജയന്തിയ പർവ്വത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 3 പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ട്രൈബ്സിനെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. और इन्हीं 3 पर्वतीय अंचलों से बने हैं 5 ജില്ലേ. ഈ 3 മൗണ്ടൈനസ് ഏരിയ മെയിൻ ഡിവിഷൻസ് ഏതൊക്കെയാണ്? ഖാസി, ഗാരോ, ജയന്തിയ. പിന്നെ ആ ഡിവിഷൻസ് 5 ജില്ലകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. പൂർവി ഖാസി പർവ്വത് ജില്ല, പശ്ചിമി ഖാസി പർവ്വത് ജില്ല, പൂർവി ഗാരോ പർവ്വത് ജില്ല, പശ്ചിമി ഗാരോ പർവ്വത് ജില്ല और ജയന്തി. അത് ഓക്കെ, 5 ഡിവിഷൻസ് ഉണ്ട്. हर अंचल की अपनी अलग संस्कृति है, रीति रिवाज, पर्व, उत्सव हैं, लेकिन हर कहीं पारिवारिक വ്യവസ്ഥ മാത്ര സത്താത്മക് ഹെ. അപ്പോൾ ഈ ഒരു 5 ജില്ല ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 3 മൗണ്ടനിയസ് ഡിവിഷൻസ് ഉണ്ട്, ഖാസി, ഗാരോ, ജയന്തിയ. ഇവർക്കെല്ലാവർക്കും ഓരോരോ രീതികളുണ്ട്. ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അല്പം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ തിരുവനന്തപുരത്തിലെ ഭാഷയും ജീവിത രീതിയും അല്ല തൃശ്ശൂർ, അതല്ല കോഴിക്കോട്, കാസർഗോഡ്, അങ്ങനെ വ്യത്യാസം ഉള്ളതുപോലെ ഇവരിലും അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മാതൃസത്താത്മക വ്യവസ്ഥയാണ്. മാട്രിനീനിയൽ എന്ന് വെച്ചാൽ സ്വത്ത് മുഴുവനും പെൺകുട്ടികൾക്ക് വരുന്ന രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഇവർക്ക്. ഈ എല്ലാ ട്രൈബ്സിനും അങ്ങനെയാണ്. സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ പ്രാധാന്യം. ഭൂമി, ധൻ, സമ്പത്തി സബ് മാ സെ ബേട്ടി കോ മിൽത്തി ഹെ. അമ്മയിൽ നിന്ന് അത് ആ സ്വത്തെല്ലാം പോകുന്നത് മകൾക്കാണ്, മകളിൽ നിന്ന് അവിടെ മകൾക്കാണ്. അപ്പോൾ അവിടെ ഒരു മാതൃസത്താത്മക വ്യവസ്ഥയാണ് ഈ ഏരിയയിൽ മുഴുവൻ. मातृसत्तात्मक व्यवस्था होने के कारण यहाँ नारी शोषण की वैसी घटनाएं नहीं होती जैसे कि देश की अन्य भागों में देखने सुनने को मिलती है. അത് വളരെ ഒരു പോസിറ്റീവ് ഒരു കാര്യമാണ്. അവിടെ പിതൃസത്താത്മകല്ല. ബാക്കി സ്ഥലങ്ങളിൽ, ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലെ പോലെയല്ല, ഇവിടെ മാതൃസത്താത്മകമാണ്. അപ്പം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ സമൂഹത്തിൽ ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇൻസിഡൻസ് വളരെ കുറവാണ്, അങ്ങനെ ഇല്ല. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇൻസിഡൻസ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. സ്ത്രീ കാ യഹാ വർച്ചസ്വ ഹൈ. ഇവിടെ സ്ത്രീക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. यह एहसास गुवाहाटी से मेघालय की सीमा में घुसने के साथ ही होने लगता है. ഈ ഒരു ഫീലിംഗ് ഗുവാഹട്ടിയിൽ നിന്ന്, ഗുവാഹട്ടി എന്ന് പറയുമ്പോൾ ആസാമിലെ പ്ലേസ്, ആസാമിൽ നിന്ന് മേഘാലയയിലെ ബോർഡറിലേക്ക് കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവും. तमाम दुकानों पर स्त्रियां सौदा बेचती और बेहिचक बतियाती दिखाई देती हैं. ആ ആസാമിൻ്റെ ബോർഡറിൽ നിന്ന് നമ്മൾ മേഘാലയക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അറിയാം, മിക്ക കടകളിലും എല്ലായിടവും സ്ത്രീകളാണ് റൺ ചെയ്യുന്നത്. शिलोंग में भी उन्हें दुकानों पर बैठे देखा जा सकता है. शायद कमोबेश यह स्थिति पूर्वोत्तर के अन्य राज्यों में भी है, भले ही वहाँ मात्र सत्तात्मक परिवार വ്യവസ്ഥ ना हो. ഈ ഒരു ട്രെൻഡ് നോർത്ത് ഈസ്റ്റിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. സ്ത്രീകളാണ് കടകളിലെല്ലാം നടത്തുന്നത്. സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം സമൂഹത്തിലും അവരുടെ ഒരു കൾച്ചറിലും ഉണ്ട്. कुछ साल पहले मणिपुर की राजधानी इम्फाल में भी यही सब देखा था. स्त्रियों का एक पूरा का पूरा बाज़ार ही है वहाँ, जिसे माइती बाज़ार कहते हैं. ഇനി മണിപ്പൂരിൽ, ഇതൊരു 7 സിസ്റ്റേഴ്സിലെ ഒരു സ്റ്റേറ്റാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റാണ് മണിപ്പൂർ. അവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ്, ഒരു ഫുൾ മാർക്കറ്റ്, അവിടെ ഫുൾ സ്ത്രീകളാണ് കച്ചവടക്കാർ. അതിനെ മായിത്തി ബാസാർ എന്ന് പറയും, യാനി മാ കാ ബാസാർ, അതാണ് അതിൻ്റെ മീനിങ്. दिन दोपहर हुई नहीं कि सिर पर सब्जी, कपड़ों या अन्य सामान के टोकरे रखे स्त्रियां भी इस बाज़ार में आ पहुंचती है. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കിന് തലയിൽ കൊട്ടയും വട്ടിയും ഇതുപോലത്തെ ഇതാണ് മായിത്തി മാർക്കറ്റ്. കാണാൻ എന്ത് മനോഹരമാണല്ലേ. ഈ ബാംബു കൊണ്ടുള്ള ഈ ഇവരുടെ പ്രത്യേക തരത്തിലുള്ളൊരു ഹാൻഡിക്രാഫ്റ്റാണ്. ഈ മാർക്കറ്റിൽ നോക്കിയെല്ലാം സ്ത്രീകളാണ്, നിറയെ സ്ത്രീകളാണ് വിൽക്കാൻ വരുന്നത്. ഇതാണ് അവരുടെ ഒരു ട്രഡീഷണൽ മായിത്തി മാർക്കറ്റ്.
दिन भर सामान की बिक्री कर शाम को अपने अपने घर लौट पड़ती हैं. കിസി പ്രകാർ കാ വർഗ ഭേദ് നഹി. ഒരു അതിനൊരു പ്രത്യേകത അത് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല ഇവിടെ. ഒരു യാനി അമീർ ഘരോं की स्त्रियां भी इस माइती बाज़ार में मिल जाएंगी और गरीब घरों की स्त्रियां भी. അപ്പം നമ്മൾ അങ്ങനെയില്ല. ഇങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകളും ഈ മായിത്തി ബാസാറിൽ വരും. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. തലയിൽ കൊട്ടയൊക്കെ വെച്ച് പച്ചക്കറിയോ അവർക്ക് എന്താ വിൽക്കാനുള്ളത് കൊണ്ടിവിടെ കൊണ്ട് വിൽക്കും. അതല്ല ഒരു നമ്മുടെ ഇവിടുത്തെ പോലെ അല്പം ഒന്ന് സാമ്പത്തികമായാൽ പിന്നെ ഈ പണിക്കൊന്നും പോവില്ല, അങ്ങനെയല്ല. അത് അവരുടെ ഒരു കോമൺ കൾച്ചറാണ്. അതിലൊരു വർഗ്ഗഭേദവും വർണ്ണഭേദവും ഇല്ല. और यह बाज़ार केवल इम्फाल में ही नहीं है, मणिपुर के हर नगर कस्बे गांव में है. वहाँ की संस्कृति का एक अटूट सिलसिല है. ഇത് അവരുടെ സംസ്കൃതി, അവരുടെ കൾച്ചറിൻ്റെ ഒരു വളരെ അനിവാര്യമായ ഒരു തത്വമാണ് ഈ മായിത്തി ബാസാർ. അവർക്കതിലൊരു നാണവും ഇല്ല. അത് അവർ എൻജോയ് ചെയ്യുന്നത്. ഈവൻ സ്ത്രീകൾക്ക് ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ മായിത്തി മാർക്കറ്റ്. बड़ी दिलचस्प बात बताई थी इम्फाल में मिली एक महिला ने, जो लखनऊ की रहने वाली थी और जिसका लखनऊ विश्वविद्यालय के विधि संकाय के एक मणिपुरी छात्र से प्रेम हो गया था. അപ്പോൾ ഈ പ്രദീപ് പന്തിന് ഓർമ്മ വരികയാണ് ഒരു സ്റ്റോറി. ഒരിക്കൽ ഒരു ലഖ്നൗവിലെ UP-യിലുള്ള ഒരു ലേഡി ഒരു ലഖ്നൗ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവർ മണിപ്പൂരി ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായി. यह छात्र शिक्षा पूरी करके इम्फाल लौटते समय इस महिला को अपनी पत्नी बनाकर साथ ले आया था. അപ്പോൾ ഈ ലഖ്നൗവിലുള്ള പെൺകുട്ടി മണിപ്പൂരിലുള്ള പയ്യനുമായിട്ട് പ്രണയിച്ച് പഠിത്തം കഴിഞ്ഞ് തിരിച്ച് മണിപ്പൂരിലെത്തിയപ്പം ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് മണിപ്പൂരിൽ വന്നു. इस उत्तर भारतीय पत्नी ने जब अपनी सास को सवेरे सवेरे सिर पर टोकरा रखकर बाजार जाते देखा तो 1 दिन 2 दिन 3 दिन बीत जाने के बाद आखिर एक दिन उसे टोकरे के साथ सामान बेचने बाजार जाने से रोक दिया. അപ്പോൾ ഈ ലഖ്നൗവിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി മരുമകളായിട്ട് മണിപ്പൂരിലെത്തുകയും അവിടെ കാണുന്ന എന്താണ്, അമ്മായിയമ്മ രാവിലെ തലയിൽ കൊട്ടയും വട്ടിയൊക്കെ വെച്ച് മാർക്കറ്റിലേക്ക് വിൽക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സാമാന്യ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ഈ മരുമകൾക്കൊട്ടും മനസ്സിലാവുന്നില്ല. അത് ദഹിക്കാനും പറ്റുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് തടഞ്ഞു. സാസ് ചെഹരെ पर उदासी लिए 2-4 दिन रुकी रही, पर आखिर एक दिन वह फिर माइती बाजार की ओर चल ही दी. അമ്മായിയമ്മയ്ക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി, മരുമകൾ അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ. കുറച്ച് ദിവസം അമ്മായിയമ്മ ഇങ്ങനെ പോകാതിരുന്നു. പിന്നെ അവരെ കൊണ്ടത് പറ്റിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിൽ അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡവും എൻജോയ് ചെയ്യുന്നൊരു പ്ലേസ് ആയിരിക്കാം ഈ സ്ത്രീകൾക്ക്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്കതൊരു അവരുടെ ഒരു സ്പേസാണ്. അപ്പോൾ ആ സ്ത്രീ, ആ മദർ ഇൻ ലോ, അവർ പിന്നെയും മാർക്കറ്റിൽ പോയി തുടങ്ങി. यह घटना धीरे धीरे सास बहू के बीच टकराव का कारण बन गई. अंततः एक दिन इस उत्तर भारतीय महिला के मणिपुरी पति ने उसे समझाया, इसके पीछे कोई आर्थिक मजबूरी नहीं. माइती बाज़ार हमारी समाज व्यवस्था का, हमारी संस्कृति का सदियों पुराना अंग है. माँ को वहाँ जाने दो, उसे रोको नहीं. അപ്പോൾ ആ മണിപ്പൂരി പയ്യൻ പറയും, ഇതിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കാരണമല്ല അമ്മ പോകുന്നത്, ഇത് ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, അത് ട്രഡീഷണലി ഞങ്ങളങ്ങനെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് അമ്മേനെ അത് തടസ്സപ്പെടുത്തണ്ട. इम्फाल के कांचीपुर में स्थित मणिपुर विश्वविद्यालय के हिंदी विभाग में आयोजित एक साहित्यिक सम्मेलन में मिली इस उत्तर भारतीय महिला ने हंसते हुए हम लोगों से कहा था, अगर आप लोग चाहें तो माइती बाज़ार में मेरी सास से आज शाम की सब्जी ഖരീദ് സക്തേ ഹേ. പിന്നീട് ആ ലഖ്നൗവിലുള്ള ആ മരുമകൾ, ലഖ്നൗവിൽ നിന്ന് വന്ന ആ മരുമകൾ ഇതുമായിട്ടൊരു പൊരുത്തപ്പെട്ടു. എന്നിട്ട് ഞങ്ങളോട് ഒരിക്കൽ ഒരു സെമിനാറിന് കണ്ടപ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ മായിത്തി ബാസാറിൽ നിന്ന് എൻ്റെ മദർ ഇൻ ലോയിൻ്റെ നിന്ന് വെജിറ്റബിൾസൊക്കെ മേടിക്കാം കേട്ടോ. അവരതിനോടൊരു പൊരുത്തപ്പെട്ടു മരുമോൾ. കാരണം അവർക്ക് മനസ്സിലായി മണിപ്പൂരിലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണത്, അതൊരു ദാരിദ്ര്യം കൊണ്ട് പോകുന്നതല്ല. തലയിൽ കൊട്ടയും പച്ചക്കറിയൊക്കെ തലയിൽ കൊട്ടയും ബാസ്ക്കറ്റും ഒക്കെ വെച്ച് പോകുന്നത് അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിനെ ആ രീതിയിൽ എടുത്താൽ മതി. അപ്പം നമ്മൾ ഈ പ്രദീപ് പന്തുമായിട്ടുള്ള ഈ യാത്ര ഇനിയും തുടരും. സ്റ്റേ ട്യൂൺഡ്.
നമുക്ക് ഈ യാത്ര മനോഹരമായ ഷില്ലോങ്ങിലൂടെയും ചെറാപുഞ്ചിയിലേക്ക് എത്തുന്നവരെയുള്ള ഈ യാത്രയിൽ നമുക്ക് ആ നോർത്ത് ഈസ്റ്റേൺ കൾച്ചറും അവിടുത്തെ രീതികളും ഒക്കെ പരിചയപ്പെടാനുള്ളൊരവസരമാണ്. അപ്പോൾ हम लोगों को जहाँ ठहराया गया था वहाँ रसोइया अच्छी सब्जी नहीं बनाता था, इसलिए भाई कमलेश्वर की पत्नी गायत्री जी ने कहा, आज शाम बाज़ार से सब्जी खरीद कर खाना हम लोग बनाएंगे, मैं और നീലം സറാഫ്. ഇവരൊരു ഗ്രൂപ്പാണ്. ഇവർ പോയത് നമ്മുടെ രാജ്യത്തെ തന്നെ പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ, അതും എല്ലാ അക്കാഡമീഷ്യൻസാണ്, അധ്യാപകരാണ് കൂടുതലും. അപ്പോൾ ഇവരൊരു അക്കാഡമിക് സെമിനാറിന് പങ്കെടുക്കാൻ പോയതായിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? दिल्ली से भाई कमलेश्वर, धर्मेंद्र गुप्त, जम्मू से आई हिंदी की प्राध्यापिका डॉक्टर नीलम सराफ, उनके पति, പിന്നെ മധുകർ സിംഗ്, മദ്രാസിൽ നിന്ന് ഷൗരി രാജൻ, പട്ടിയാല സെ ആയ പുഷ്പപാൽ സിംഗ്. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് നമ്മൾ സ്വയം പച്ചക്കറി വാങ്ങിച്ച് നമ്മൾ തന്നെ കറി ഉണ്ടാക്കും. കാരണം ഇവിടുത്തെ റസോയ്യ അത്ര നല്ല അവരുടെ ടേസ്റ്റ് അനുസരിച്ചല്ല ഉണ്ടാക്കുന്നത്. इम्फाल के माइती बाज़ार की ओर चल दिए. हमारे साथ मणिपुर विश्वविद्यालय में हिंदी के प्रोफेसर और कथाकार जवाहर सिंह, वहीं एक कॉलेज में प्रिंसिपल डॉक्टर शुक्ला और उनकी शिष्या यह उत्तर भारतीय महिला. അപ്പോൾ പല കോളേജിലെ ഹിന്ദി പ്രൊഫസേഴ്സായിരുന്നു ഇവരുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ പോയി മായ്തി ബസാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സ്ത്രീകൾ മാത്രം വിൽപ്പന നടത്തുന്ന ഒരു മാർക്കറ്റാണ്, അവരുടെ ഒരു സ്പേസാണ്. എല്ലാ കച്ചവടക്കാരും സ്ത്രീകളാണ്. അങ്ങനെ ഒരു പ്രത്യേകത ആ മായ്തി ബാസാറിന് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ എന്താണ്, സച്ച്മുച്ച് ദിഖായി ദി थी महिलाएं, केवल और केवल महिलाएं, उन्हीं के बीच सब्जियों की दुकान सजाए बैठी थी इस उत्तर भारतीय महिला की മണിപ്പുരി സാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് ഒരു നോർത്ത് ഇന്ത്യൻ ഗേൾ മണിപ്പൂരി പയ്യനെ വിവാഹം കഴിക്കുകയും മണിപ്പൂരിൽ വന്നപ്പോൾ കാണുന്നത് അമ്മായിയമ്മ തലയിൽ കൊട്ടയും വട്ടിയൊക്കെ വെച്ച് ഈ മായ്തി ബാസാറിലേക്ക് പോകുന്ന സീൻ. അപ്പോൾ പിന്നീട് അവർക്ക് അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാകുകയും ആ സ്ത്രീയെയും ഞങ്ങൾ അവിടെ കണ്ടുമുട്ടി. लेकिन मणिपुर में महिलाओं की स्थिति उतनी अच्छी नहीं है. पुरुष का बहुविवाह करना आम बात है, कई बार स्टेटस सिंबल जैसा. जो पुरुष जितनी ज़्यादा पत्नियां रख सके उसका समाज में उतना ही रुतबा है. മണിപ്പൂരും മേഘാലയവും രണ്ടും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റാണ്. ഇന്ത്യയുടെ അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ്സ് ആണെങ്കിലും രണ്ടിൻ്റെയും കൾച്ചർ തമ്മിൽ വ്യത്യാസമുണ്ട്. മണിപ്പൂരിലെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് അത്ര നല്ലതല്ല, പരിതാപകരമായ അവസ്ഥയാണ്. കാരണം അവിടെ പുരുഷന്മാർക്ക് പോളിഗാമി അലൗഡാണ്. എന്നുവെച്ചാൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഭാര്യമാരായിട്ട് വെക്കാൻ ഉള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കണക്കാക്കപ്പെടുന്നു. ജോ പുരുഷ് ജിത്നി ജ്യാദാ പത്നിയാ രഖ് സകെ ഉസ്കാ സമാജ് മേ ഉത്നാ ഹി റുത്ബാ ഹെ. ഏതിലും പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഭാര്യയായിട്ട് പോറ്റാൻ പറ്റുകയാണെങ്കിൽ അതെന്തോ വലിയ കാര്യം പോലെയാണ്. इस माने में मेघालय की स्थिति भिन्न है, क्योंकि यहाँ मात्र सत्तात्मक परिवार व्यवस्था है, സാങ്മ कहते हैं. ഇപ്പം ഞങ്ങളുടെ ഗൈഡ് എന്ന രൂപേണ വന്ന സാങ്മ അവിടുത്തെ ലോക്കൽ ആളാണ്. അയാൾ പറയാണ് മണിപ്പൂരിൽ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, പക്ഷേ മേഘാലയയിൽ സ്ത്രീകൾക്ക് നല്ല സ്ഥാനമാണ്. കാരണം അവിടെ മാത്ര സത്താത്മക് പരിവാർ മെട്രിലിനിയൽ സിസ്റ്റമാണ്. അവിടെ അമ്മയ്ക്കാണ് സ്ഥാനം. അമ്മയുടെ സ്വത്തും എല്ലാം മകൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിലൊരു നിലയും വിലയുണ്ട്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയും കണ്ടു. നോക്ക്, അമ്മയുടെ പേരാണ് അവർ ഇനീഷ്യലായിട്ട് കുട്ടികൾ എടുക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. और तभी एक मोड़ निकलने पर चेरापूंजी का छोटा सा बाज़ार दिखाई पड़ता है और इस बाज़ार में भी दुकानों पर बैठी हैं महिलाएं. फिर चाहे दुकान फल सब्जियों की हो या पान बीड़ी सिगरेट की. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പം എല്ലാ കടകളിലും സ്ത്രീകളാണ് കൂടുതലും വിൽക്കാൻ ഇരിക്കുന്നത്. അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ കടയാണെങ്കിലും അതല്ല പാൻ ബീഡി സിഗരറ്റൊക്കെ വിൽക്കുന്ന കടകളിലും എല്ലാ സ്ത്രീകളാണ് ഇരിക്കുന്നത്. हम आगे बढ़ जाते हैं. अब आ गया है മോസ്മായി ഗാവ്. ഈ മോസ്മായി വില്ലേജ് വളരെ ഫേമസ് ആണ്. ഇവിടെ ഒരു നോഷങ്തിയാങ് വാട്ടർഫോൾ ഉണ്ട്.
कुछ आगे बढ़कर सांगमा ने जीप रुकवा दी है। हम सभी नीचे उतर गए हैं। सामने दिखाई पड़ रहा है नौशंगतियांग प्रपात, जो मौसमाई प्रपात के नाम से लोकप्रिय है। ഇതിനെ മോസ്മായി വാട്ടർഫോൾ എന്നും പറയും. पास ही एक पर्यटक बस खड़ी है. उससे उतरकर कुछ दक्षिण भारतीय इस अद्भुत प्रपात को निहार रहे हैं. ऊंचे पहाड़ से सैकड़ों फुट नीचे पानी लगातार बेरोक टोक गिर रहा है. लगातार गिरता चला आ रहा है. जाने कब से, कितनी सदियों से इस प्रपात से पानी निरंतर झरता रहता है और कल कल करता हुआ ബംഗ്ലാദേശ് की ओर चला जाता है. ഈ വലിയ വാട്ടർഫോൾ ഉണ്ടല്ലോ, ഈ കാണുന്ന നോഷങ് തിയാങ് പ്രപാത്, ഇതിൽ നിന്ന് എത്രയോ കാലം കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി താഴോട്ട്, താഴത്തെ ആ ഭൂപ്രദേശം ബംഗ്ലാദേശാണ്, അടുത്ത കൺട്രിയാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ബോർഡർ ലൈനിലാണ്. वह देखिए सामने रहा बांग्लादेश, सांगमा के साथियों में से एक कहता है. हालांकि सामने हल्का कोहरा है, लेकिन पानी में डूबा हुआ सा बांग्लादेश का कुछ मैदानी भाग नज़र आ जाता है. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ പറയുന്നു അത് കാണുന്നതാണ് ബംഗ്ലാദേശ്. അപ്പം ഒരു മൂടൽമഞ്ഞ് കാരണം ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ബംഗ്ലാദേശിൻ്റെ കുറച്ച് മൈതാനി ഭാഗം, കുറച്ച് സമതലമായ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. अभी अभी जब जीप से उतरे थे हल्की धूप थी और अभी क्षण भर बाद ही बादल घिरे और हल्की हल्की वर्षा होने लगी. मैं सांगमा के आगे अपना पुराना सवाल दोहराता हूँ. क्या साल भर यहाँ वर्षा होती रहती है? ഞങ്ങൾ ഇറങ്ങിയപ്പം ഇളം വെയിലായിരുന്നു, പിന്നീട് നോക്കി മഴ പെയ്യാൻ തുടങ്ങി, അല്പം ചാറാൻ തുടങ്ങി. അപ്പം ഞാൻ സാങ്മയോട് ചോദിക്കും, ഇവിടെ എപ്പോഴും മഴ തന്നെയാണോ? പന്ത് സാഹബ് യഹ് ചേരാപുഞ്ചി ഹെ. അപ്പോഴാണ് സാങ്മ ഓർമ്മിപ്പിക്കുന്നത്, സാറേ ഇത് ചേരാപുഞ്ചിയാണ്. हाँ ख्याल आया, यह चेरापूंजी है. समुद्र की सतह से कोई 1300 मीटर ऊपर, जो विश्व में सबसे अधिक वर्षा वाले स्थान के लिए प्रसिद्ध है. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്? ചേരാപുഞ്ചിയിലാണ് നിൽക്കുന്നത്. സമുദ്രത്തട്ടിൽ നിന്ന് 1300 മീറ്റർ, 1300 മീറ്റർ ഹൈ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അതും വിശ്വമേ സബ്സെ അധിക് വർഷ വാലെ സ്ഥാൻ കെ ലിയെ പ്രസിദ്ധ ഹെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു പ്ലേസായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. बहुत पहले पढ़ी एक कविता याद आ जाती है, ചേരാപുഞ്ചി സെ ആയാ ഹൂँ ഫിർ ഭി പ്യാസ. എനിക്ക് ഈ ടൈറ്റിൽ, ഈ പന്ത് പറയുന്നത്, ഈ ടൈറ്റിലും ഈ പാട്ടിൽ നിന്നാണ് കിട്ടിയത്. ചേരാപുഞ്ചി സെ ആയാ ഹൂँ ഫിർ ഭി പ്യാസ. हम लोग कभी कल कल छल छल करते प्रपात को निहार रहे हैं, कभी पानी से घिरे देश के भूभाग को. आसपास चाय पानी की 2-4 छोटी छोटी दुकानें हैं. हल्की हल्की ठंड लगने लगी है. हम लोगों ने स्वेटर पहन लिए हैं और एक दुकान से लेकर चाय पीने लगे हैं. वर्षा फिर बंद हो गई है, धूप फिर खिलाई है. ഞങ്ങൾ അവിടെ തന്നെ ഒരു ചായക്കടയിൽ ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും മഴയൊക്കെ മാറി പിന്നെയും ഇളം വെയിൽ വന്നു. इसी तरह वर्षा, धूप, कोहरे की लुका छिपी का खेल चलता रहता है यहाँ. जी हाँ, इस चेरापूंजी में, खासी पर्वत श्रृंखलाओं के इस शांत एकांत सौंदर्य स्थल में. അപ്പോൾ ഇതാണ് ഈ ചേരാപുഞ്ചി മേഘാലയയുടെ പ്രത്യേകത. ഇങ്ങനെ മഴ വരും, പിന്നെയും ഇളം വെയിൽ വരും, മഴയും വെയിലിൻ്റെ ഒരു ഒളിച്ചെളി ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കും. ഈ പർവ്വത് ശൃംഖല ശാന്ത് ഏകാന്ത് സൗന്ദര്യ സ്ഥല എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ റെഫറൻസിന് വേണ്ടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ഇവിടെയാണ്, മേഘാലയയിലാണ്. അത് ഈ വില്ലേജാണ്. അതിനെ ഏഷ്യയുടെ ക്ലീനസ്റ്റ് വില്ലേജായിട്ട് ഡിക്ലെയർ ചെയ്തതിൽ ഒരു അതിശയവുമില്ല. നോക്കി ഇതിൻ്റെ പിക്ചേഴ്സ് നോക്കി. ഇത് എത്രയോ വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ് ഈ ഗ്രാമം പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് പോലും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവിടുത്തെ ഗ്രാമീണർ ഈ വില്ലേജിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാവരും ഗാർഡനിങ്ങിനും പിന്നെ അതുപോലെ അവരുടെ തെരുവുകളും എല്ലാം അവർ തന്നെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. മോദിജി തൻ്റെ സ്വച്ഛ് ഭാരത് അഭിയാനിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ ഗ്രാമീണരുടെ ഒരാഗ്രഹം ഈ ടൈറ്റിൽ കീപ്പ് ചെയ്യാന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവർ ഏഷ്യയുടെ ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടാണ്, ഇവർ വേൾഡിൽ തന്നെ ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള ഒരു ഖ്യാതി ഇവർക്ക് കിട്ടണമെന്നാണ് ഇവരുടെ ആഗ്രഹം. നോക്കി എന്ത് മനോഹരമാണ്. സത്യം പറഞ്ഞാൽ ഈ പിക്ചേഴ്സ് കണ്ടാൽ അത് അവിടെ വിസിറ്റ് ചെയ്യണം. ആ ഇത്രയും മനോഹരമായ ഒരു ഗ്രാമം. വീടുകളെല്ലാം കോൺക്രീറ്റ് വീടുകളല്ല കേട്ടോ, ബാംബു കൊണ്ടാണ് കൂടുതലും വീടുകൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് ആ ഏരിയയിലെല്ലാം കൂടുതലും അങ്ങനെയാണ്. കാരണം എപ്പോഴും ഈ ഭൂമി കുലുക്കത്തിനൊരു സാധ്യതയുള്ളത് കാരണം അവർ ബാംബു ഹൗസസ് ആണ് കൂടുതലും. വളരെ മനോഹരമായ വില്ലേജാണ്. मन करता है प्रपात को बस निहारते रहो, केवल निहारते ही न रहो बल्कि उसके जल कणों को नज़दीक से छू लो, लेकिन नज़दीक जाने का कोई रास्ता नहीं है। और यह अच्छा ही है कि मेघालय सरकार ने इस प्रपात तक जाने का कोई रज्जू मार्ग नहीं बनाया. സത്യം പറഞ്ഞാൽ ആ ഒരു വാട്ടർഫോൾ, മോസ്മായി വാട്ടർഫോൾ കണ്ടാൽ അവിടുത്തെ വെള്ളം ഒന്ന് തൊടാൻ തോന്നും. പക്ഷേ അവിടുത്തെ മേഘാലയ ഗവൺമെൻറ് അങ്ങോട്ട് പോകാനുള്ള റോപ്പ്, ഇത് കണ്ടോ, ഈ പിക്ചർ കണ്ടാൽ നമുക്കറിയാം എത്ര ഡീപ്പ് മൗണ്ടൻ ആണെന്ന്. അങ്ങോട്ടൊന്നും ആർക്കും പോകാൻ ഒക്കത്തില്ല. പിന്നീട് ഈ നമ്മുടെ ലേഖകൻ പറയുകയാണ്, ഒരു കണക്കിന് ഗവൺമെൻറ് അങ്ങനെ ചെയ്യാഞ്ഞത് കാര്യമായി. കാരണം എന്താണ്, बनाया होता तो पर्यटन स्थलों को कमाई के अड्डे में बदल देने वाले तथाकथित टूरिस्ट प्रमोटर इस अछूत प्राकृतिक सौंदर्य स्थल को नष्ट करने में कोई कसर न रख छोड़ते. ഏതെങ്കിലും കാരണവശാൽ അവിടെ മനുഷ്യർക്ക് എത്തപ്പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ സൗകര്യം, അങ്ങനെയെങ്കിൽ ഈ ടൂറിസത്തിൻ്റെ പേരിൽ പൈസ ഊറ്റുന്ന ആൾക്കാർ അവിടെ എല്ലാം അതിൻ്റെ ആ ഒരു പ്രാകൃതിക സൗന്ദര്യം നഷ്ടപ്പെടുത്തിയേനെ. ഇപ്പം മനുഷ്യരവിടെ എത്താത്തത് കൊണ്ടാണ് എന്ത് നാച്ചുറലായിട്ടാണ് ബ്യൂട്ടിഫുള്ളായിട്ട് അത് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. उधर बांग्लादेश की तरफ भी अब कोहरा कुछ कम हो गया है. बांग्लादेश का भूभाग अब कुछ ज़्यादा स्पष्ट दिखाई पड़ रहा है और हम लोग अब जीप में बैठकर लौट रहे हैं. അങ്ങനെ ഞങ്ങൾ ആ ഒരു മോസ്മായി പ്രപാത്ത് വാട്ടർഫോൾ കണ്ടു. ഞങ്ങൾക്ക് കാണാം, ബംഗ്ലാദേശിൻ്റെ ഏരിയ നമുക്ക് കാണാം, വളരെ വിദൂരമാണെങ്കിലും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ജീപ്പിലിരുന്ന് തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. നമ്മൾ കണ്ടു അദ്ദേഹം മേഘാലയ, ഷിലോങ്, ചെറാപുഞ്ചി ഈ സ്ഥലങ്ങൾ, നോർത്ത് ഈസ്റ്റ്, നമുക്കധികം പരിചയമില്ലാത്ത നോർത്ത് ഈസ്റ്റ്, അവരുടെ കൾച്ചർ, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ മായിത്തി ബസാർ, അതെല്ലാം അദ്ദേഹം നമുക്ക് വേണ്ടിയും നമ്മളെയും പരിചയപ്പെടുത്തി. അതാണല്ലോ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. നമ്മളെയും അവിടെയൊക്കെ കൊണ്ടുപോയി. ഇപ്പം അദ്ദേഹം പറയുന്നത്, അവർ ഒരു സ്ഥലത്തെത്തി, रास्ते में खासी, जयंतिया और गारो पहाड़ियों के लोगों के बारे में बताने लगते हैं सांगमा. അവരുടെ കൂടെ വന്ന ആൾ സാങ്മ അവിടുത്തെ ലോക്കലാണ്. वह कहते हैं खासियों को यहाँ सम्मान की दृष्टि से देखा जाता है, यानी जो खासी है वह समझ लीजिए कि समाज का प्रतिष्ठित व्यक्ति है. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ജാതി സമ്പ്രദായം, ഉയർന്ന ജാതി താഴ്ന്ന ജാതി ഉള്ളതുപോലെ തന്നെ ആ മൗണ്ടേനിയസ് ഏരിയയിലും ആ പർവ്വത പ്രദേശത്തിലും ചില കാറ്റഗറി ആൾക്കാർക്ക് കുറച്ചുകൂടെ സമൂഹത്തിലൊരു സ്ഥാനവും വിലയൊക്കെ ഉണ്ട്. അത് ഈ ഖാസി പർവ്വതത്തിൽ താമസിക്കുന്നവരാണ്. आप मैं पूछता हूँ, जी हाँ मैं भी खासी ही हूँ और मेरी पत्नी भी, सांगमा हंसते हुए कहते हैं. അപ്പോൾ കൂടെ വന്ന ആ സാങ്മ പറയും, ഞാനും ഖാസിയാണ്, എൻ്റെ വൈഫും ഖാസിയാണ്. അയാൾ തെല്ല് അഭിമാനത്തോടെയാണ് പറയുന്നത്. കാരണം അവിടെ ഖാസി കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ റെസ്പെക്റ്റാണ്. मैं भी उत्तर प्रदेश के उच्चकुलीन पर्वतीय परिवार से ही हूँ, हंसते हुए कहता हूँ. ഉടനെ പ്രദീപ് പന്ത്ജി പറയും, ഞാനും യു പിയിലെ ഒരു ഹൈകാസ്റ്റ് ഫാമിലിയിലെ മെമ്പറാണ്. और फिर हम दोनों ठहाका लगाकर हंस पड़ते हैं. ഹമാര യഹ ടഹാക്ക ഹം ദോനോ പർ ഹി വ്യംഗ് ഹെ. ഞങ്ങളിത് ഞങ്ങളുടെ ജാതിയുടെ മേൽക്കോയ്മ പറഞ്ഞ് ഞങ്ങൾ തന്നെ പൊട്ടിച്ചിരിക്കും. ആ പൊട്ടിച്ചിരി ഞങ്ങളെ തന്നെ കളിയാക്കുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ജാതിയിൽ അനാവശ്യമായി അഹങ്കരിക്കുന്നു എന്നുള്ളതിനൊരു വ്യംഗ്യം പോലെ ഞങ്ങളും പൊട്ടിച്ചിരിക്കും. कहा जाता है कि जो पहले मंगोलियाई भारत आए, खासी और जयंतिया उन्हीं के वंशज हैं. वे इन अलग थलग पहाड़ियों में आकर बस गए और अंग्रेज़ों ने जब तक इस क्षेत्र में पैर नहीं पसारे तब तक वे अपनी आज़ादी को सुरक्षित रखते हुए अपना एकाकी जीवन बिताते रहे, सांगमा बताते हैं. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഖാസി പർവ്വത്തും ജയന്തിയ പർവ്വത്തിലും വന്ന്
സെറ്റിലായ ആൾക്കാർ ആക്ച്വലി മംഗോളിയൻസ് ആയിരുന്നു. മംഗോളിയൻ ട്രൈബാണ്. അവരിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. അതാണ് ഈ ഖാസി പർവ്വത്തിലും ജയന്തിയ പർവ്വത പ്രദേശത്തിലും ഉള്ളവർ. ഓർ ഗാരോ. അപ്പോൾ എൻ്റെ നാച്ചുറലി ചോദ്യം, പ്രദീപ് പന്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ചോദ്യം, ഈ ഗാരോ പർവ്വത്തിലെ ആൾക്കാർ എവിടെ ഉള്ളവരാണ്? करीब 6 लाख गारो लोगों की मातृभूमि है गारो पर्वतमालाएं, सांगमा का कहना है। आप अक्सर जिस झूम खेती की चर्चा सुनते हैं उसके लिए यह क्षेत्र काफ़ी चर्चित रहा है. നിങ്ങൾ ഈ ജൂം ഖേത്തി നെ പറ്റി കേട്ടിട്ടില്ലേ? വളരെ ഫേമസ് ആണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയും. അതിന് ഈ ക്ഷേത്രം വളരെ ഫേമസ് ആണ്, ഈ പർവ്വത പ്രദേശം. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ജൂം ഖേത്തി എന്ന് പറഞ്ഞാൽ അവർ ഒരു പർവ്വത പ്രദേശത്തിലെ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ഏരിയ അവർ കൾട്ടിവേഷന് വേണ്ടി സെലക്ട് ചെയ്യും. അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടും, അത് കഴിഞ്ഞ് അതിനെ കത്തിക്കും, എന്നിട്ട് ആ ഒരു ചാരം ആ മണ്ണിന് വളമായി മാറും. അവിടെ അവർ കൃഷി ചെയ്യും. എന്നിട്ടൊരു 1-2 വർഷം അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ലാൻഡ് അങ്ങ് ഉപേക്ഷിക്കും. അവർ വേറെ ഏതെങ്കിലും സ്പോട്ട് കണ്ടെത്തും. പിന്നീട് ഈ ലാൻഡ് 10-15 വർഷത്തിന് ശേഷമാണ് ഇവിടെ പിന്നെയും കൃഷി ചെയ്യാൻ അവർ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മണ്ണിന്. അതാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ജൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈയിടെ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്, കൃഷി സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത്, ഇപ്പോഴൊക്കെ ജൂം കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ ഇപ്പം പർവ്വത പ്രദേശങ്ങളിലും വളരെയധികം പോപ്പുലേഷനായി. അപ്പോൾ ഈ ഒരു ലാൻഡ് ഇവർ ഉപേക്ഷിച്ച് കഴിഞ്ഞ് പിന്നെ 2-3 വർഷം കഴിഞ്ഞ് അവർ തിരിച്ച് അത് സ്ഥലത്ത് വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഒരു ഗുണം ഇവിടെ കിട്ടുന്നില്ല. दंतकथा प्रचलित है कि गारो लोग मूल रूप से तिब्बत के एक प्रांत तोरुआ के निवासी हैं. सदियों पहले अपने सरदारों जप्पा, जालिम्पा और सुकपा बोंगेब्स के नेतृत्व में वे तोरुआ से निकल पड़े और स्थायी ठिकाने की खोज में कई शताब्दियों तक ब्रह्मपुत्र घाटी में भटकते रहे और वहाँ के क्रूर शासकों के जोर जुल्म झेलते रहे. ഇത് വേറെ ഒന്നുമല്ല, ഈ ഒരു പർവ്വത പ്രദേശം ഇവ 3 മൗണ്ടൻ ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഖാസി ഹിൽസ്, പിന്നെ ജയന്തിയ, ഗാരോ. അപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ, ഖാസിയിൽ താമസിക്കുന്നവർ കുറച്ചുകൂടെ ഹൈ ഗ്രേഡ് ആയിട്ടാണ് അവർക്ക് സൊസൈറ്റിയിൽ നിലയും ഉള്ളത്. അവരുടെ ആൻസിസ്റ്റേഴ്സ് മംഗോളിയൻസ് ആയിരുന്നു. ഇവിടെ ഈ ഗാരോ പർവ്വത്തിലെ ആൻസിസ്റ്റേഴ്സ് തിബത്തിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായവരാണ്. അപ്പോൾ അവരുടെ വരവും പിന്നെ കാലാന്തർ മേ വേ കൈ കബീലോ മേ ബട്ട് ഗए, പല ട്രൈബ്സായിട്ട് മാറി. और मुख्य कबीले ने अबोंग नेगा के नेतृत्व में നോക്രേക്ക് पर अधिकार जमा लिया. എന്നിട്ട് അവരുടെ മെയിൻ ട്രൈബ് ഈ നോക്രേക്ക് എന്ന് പറയുന്നത് ഗാരോ പഹാഡിയോं की सबसे ऊंची चोटी है. ഗാരോ മൗണ്ടൻ റേഞ്ചിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. അതിൽ അവർ അധികാരം സ്ഥാപിക്കുകയും, അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ഗാരോ ട്രൈബ്സ് ആക്ച്വലി അവരുടെ ആൻസിസ്റ്റേഴ്സ് തിബത്തിൽ നിന്നാണ്. ക്ലിയർ ആയാലും നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. ഈ ഗാരോ പർവ്വത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ഈ നോക്രേക്ക്. അത് ചിലപ്പോൾ ഷോർട്ട് ആൻസേഴ്സിലൊക്കെ ചോദിക്കാം, 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. അതൊരു പക്ഷേ 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. പിന്നെ ഈ ഗാരോ പർവ്വത്തിൽ സെറ്റിലായവർ ബേസിക്കലി തിബത്തിയൻസ് ആയിരുന്നു. बहरहाल आज यह माना जाता है कि गारो लोग बोडो जाति का एक अंग है और यह बोडो जाति तिब्बती बर्मी जातीय परिवार की एक शाखा है. പറയപ്പെടുന്നത് ഈ ഗാരോ ആൾക്കാർക്ക് അവരുടെ ആൻസിസ്റ്റേഴ്സ് ബോഡോ ജാതിയായിട്ടും ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അത് ഈ തിബ്ബത്ത് ആൻഡ് ബർമ അവിടുത്തെ ഒരു ഗ്രൂപ്പാണ്, ഒരു ഫാമിലിയാണ്, അവിടുത്തെ ഒരു ട്രൈബാണ്. छात्र जीवन में समाजशास्त्र का अध्ययन करते हुए कभी खासी, जयंतिया और गारो पर्वतमालाओं और वहाँ के लोगों के बारे में पढ़ा था और अब इस पल अपने को खासी हिल्स में पाकर लगा उस सुदूर अतीत के सपने में पहुँच गया हूँ. ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ, സമാജശാസ്ത്രം എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്റ്റഡീസ് ബുക്സിൽ ഈ ജയന്തിയ ഹിൽസ്, ഈ ഖാസി ഹിൽസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ട് കണ്ടപ്പോൾ ഒരു വേറിട്ട ഒരു അനുഭവമായിരുന്നു എന്ന് എഴുത്തുകാരൻ പറയാണ്. തബ് മൻമേ ഉത്സുകത ജാഗി थी, कैसे होंगी वे पर्वतमालाएं, कैसे होंगे वहाँ के लोग. अब कम से कम खासी पर्वतमालाओं का एक छोर तो देख ही लिया है
ഓർ ലോഗ്. അതുപോലെ അന്ന് ഞാൻ ആ സോഷ്യൽ സ്റ്റഡീസിൽ ഈ മൗണ്ടൻ ഏരിയ ഒക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും, അവിടുത്തെ ഭൂപ്രദേശം എങ്ങനെയായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനത് വാസ്തവത്തിൽ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് തോന്നിയത്. നമ്മൾ പഠിച്ച കാര്യം ടെക്സ്റ്റ് ബുക്കുകളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മളതിനെ പ്രാക്ടിക്കലായിട്ട് നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു സന്ദർഭമായിരുന്നു എനിക്ക് ഈ യാത്ര. याद आता है बहुत पहले बेलगांव में एक कर्नाटक निवासी से भेंट हुई थी. मैं कानपुर के क्रांतिकारी श्री सुरेंद्र पांडे के साथ था. कर्नाटक के ये सज्जन उत्तर भारत घूम कर आए थे और पांडे जी को अपने संस्मरण सुना रहे थे. पांडे जी ने सहसा उनसे पूछ लिया था, उत्तर के लोग तुम्हें कैसे लगे. പിന്നെ ഇതൊരു നമ്മൾ ഇന്ത്യ ഒരു കൺട്രിയാന്ന് പറഞ്ഞാലും നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഈ ഒരു ഡിവൈഡ് എപ്പോഴും നമ്മുടെ മനസ്സിൽ പൊതുവേ നിൽക്കാറുണ്ട്. അതിൽ നിന്ന് ഒരു പടി പിന്നിലോട്ടാണ് ഈ നോർത്ത് ഈസ്റ്റ് ആൾക്കാരെ പറ്റി കരുതുന്നത്. നമ്മൾ ഈയിടെയൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ട് കാണും. അധികം നാളായില്ല ഈ നോർത്ത് ഈസ്റ്റിലെ ഈ മേഘാലയ, ആസാം ഇവരുടെയൊക്കെ കണ്ണ് ഒരുമാതിരി ചെറിയ കണ്ണും ഈ ചൈനീസുകാരെ പോലാണല്ലോ അവരുടെ അപ്പിയറൻസ്. ഷോർട്ടായിരിക്കും, നല്ല വെളുത്തിട്ട് സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും. അവരെ കണ്ടാൽ ഒരു മംഗോളിയൻ, തിബത്തിയൻ, ചൈനീസ് വംശജരുടെ ഒരു ലുക്കാണ്. അപ്പം പറയപ്പെടുന്നത് പലരും അവരെ ഇന്ത്യൻസായിട്ട് പോലും കരുതത്തില്ല. പല ഇഷ്യൂസ് വരുമ്പോൾ അവരെ ഫോറിനേഴ്സിനെ അടിച്ചോടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത്. പല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കർണാടകയിൽ ഒരു വ്യക്തി, കർണാടക എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയാണ്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി നോർത്ത് ഇന്ത്യയിൽ പോയപ്പം അയാളോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടിട്ട് എങ്ങനെ തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഭാരത് മേ ജഹാ ജാओ ലോഗ് സബ് ജഗ ഏക് സേ ഹി ഹൈ. उन्होंने कहा था, हाँ बोली, पहनावे, नाक नक्श में थोड़ा बहुत अंतर है. അപ്പോൾ അന്ന് ആ കർണാടകയിലെ ആൾ പറഞ്ഞു, ഇന്ത്യയിൽ എവിടെ പോയാലും എല്ലാവരും ഒരേപോലെയാണ്. കാരണം ഇന്ത്യ വൈവിധ്യത്തിൽ തന്നെ ഒരു യൂണിറ്റി കണ്ടെത്തുന്ന ഒരു കൺട്രിയാണ്. പിന്നെ നാക്ക് നക്ഷ്, അവരുടെ ഒരു ഷേപ്പ് സ്ട്രക്ചറിലൊക്കെ അല്പം വ്യത്യാസമൊക്കെ വരാം. പക്ഷെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോയാലും മനുഷ്യരെല്ലാം ഒരുപോലെ തന്നെയാണെന്നാണ് ആ കർണാടകയിലെ വ്യക്തി പറഞ്ഞത്. ഉൻകെ പർവ ത്യോഹാർ ഭി അലഗ് ഹൈ, ഉൻകെ രംഗാരംഗ് നൃത്യോं का अपना സൗന്ദര്യ है. അതാണ് ഓരോരുത്തരുടെ നാക്ക് നക്ഷ്, ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ അവരുടെ പെഹനാവേ, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ബോലി, അവരുടെ ഭാഷ, അവരുടെ പർവ ത്യോഹാർ, അവരുടെ ആഘോഷങ്ങൾ, അതെല്ലാം വ്യത്യാസമാണ്. ഉൻകെ രംഗാരംഗ് നൃത്യോं का अपना സൗന്ദര്യ है. ഓരോ പ്രദേശത്തും ഇപ്പം നമ്മുടെ തിരുവാതിര, വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ആസാമിലൊക്കെ ആണെങ്കിൽ ബിഹു എന്ന് പറയും. അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്, അതിൻ്റെ ഭംഗി, നമ്മുടെ സെറ്റും മുണ്ടിൻ്റെയും ഭംഗി, അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു ട്രാവലോഗിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അനുഭവവേദ്യമാകുന്നത് ഈ ഒരു പ്രത്യേകതകളാണ്. പിछली रात एक समारोह में ഖാസിയോं का നോങ്ക്രേം നൃത്യ देखा था. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഡാൻസാണ് ഈ നോങ്ക്രേം നൃത്യം. അത് ഖാസികളുടെ ആ ട്രൈബിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഡാൻസ്. ഉൻകാ പ്രമുഖ് നൃത്യ ഹൈ യഹ് जो 5 दिन धार्मिक उत्सव के अवसर पर किया जाता है. समूह नृत्य में कई जोड़े स्त्री पुरुष पांव थिरक उठते हैं. नृत्य और उत्सव के जरिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ईश्वर को धन्यवाद दिया जाता है. അപ്പോൾ ഈ ഒരു നോങ്ക്രേം നൃത്യം എന്ന് വെച്ചാൽ മേഘാലയയിലെ ആൾക്കാരുടെ ആ ഒരു ഖാസി ട്രൈബിൻ്റെ ഡാൻസ് നമുക്കതായത് ആസ്വദിക്കാം. ഈ നോങ്ക്രേം ഡാൻസിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സും ആ കളർ കോമ്പിനേഷനും അവരുടെ ആ ഒരു ഡാൻസിൻ്റെ പ്രത്യേകതയും നമുക്ക് കണ്ട് ആസ്വദിക്കാം. Today marks the last day of the festival of the Khasi tribe here in Smiths. The Nongkrem Dance Festival is performed to appease the almighty goddess Kablaisen Shar for a bumper harvest and prosperity of the people.
We're now here at one of the markets, and this market is always held every year when the festival is being held. Now, where the arena is that side, where the dance is being held, on the other end you have here with all the local products, and mainly Meghalaya with his sugarcane. It's very famous. And we are proud to say that the people of the state, the people of this kingdom, still അപ്പോൾ ആ കണ്ടതായിരുന്നു നോങ്ക്രീം ഡാൻസ്. അത് അവരുടെ ഒരു സമൂഹ നൃത്യമാണ്. ജിസ്മേ കൈ ജോഡെ സ്ത്രീ പുരുഷ് പാവ് തിറക് ഉഠ്തേ ഹേ. സ്ത്രീകളും പുരുഷന്മാരും അതൊരു പ്രത്യേക രീതിയിലാണ് അവരുടെ ചലനം. नृत्य और उत्सव के ज़रिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ഈശ്വർ കോ ധന്യവാദ് ദിയാ ജാത്ത ഹെ. നല്ലൊരു വിളവ് അവർക്ക് കിട്ടിയതിന് അവർ ഈശ്വരന് നന്ദി പറയുന്ന ഒരു ഉത്സവം കൂടിയാണ്. अपने ढंग का अलग नृत्य है यह, अपने अंचल की विविधता को समेटे हुए, लेकिन इसके पीछे उत्तर और दक्षिण भारत के उन नृत्यों जैसी ही भावना निहित है जो फसल कटाई की खुशी में गांव-गांव में ആയോജിത് കിയേ ജാത്തേ ഹെ. അപ്പം നമ്മുടെ ഫസൽ കട്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിളവെടുപ്പ്, അതിനോടനുബന്ധിച്ച് ഒരുപാട് ഉത്സവങ്ങൾ എല്ലാ നാട്ടുരാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റ്സിലും നമ്മുടെ ഇവിടെ ഓണം ഉള്ളതുപോലെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ് ഓണം. അതുപോലെ പൊങ്കലുണ്ട്, അങ്ങനെ ബൈസാഖിയുണ്ട്, അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ രീതിയിലും ഇത് ആഘോഷിക്കപ്പെടും. ചെറാപുഞ്ചി സേ ആയാ ഹൂ എന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഒരു ടൂർ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പരിസമാപ്തിയിൽ വരികയാണ്. പ്രദീപ് പന്തിൻ്റെ ഈ ഒരു യാത്രാ വിവരൺ നമുക്ക് ആ ഒരു നോർത്ത് ഈസ്റ്റേൺ ഏരിയ അതിനെപ്പറ്റിയുള്ള ഒരു പുതിയ അറിവ് നൽകിയിട്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്. നമ്മൾ കണ്ടു അദ്ദേഹം മേഘാലയ, ഷിലോങ്, ചെറാപുഞ്ചി ഈ സ്ഥലങ്ങൾ നോർത്ത് ഈസ്റ്റ്, നമുക്കധികം പരിചയമില്ലാത്ത നോർത്ത് ഈസ്റ്റ്, അവരുടെ കൾച്ചർ, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ മായിത്തി ബസാർ, അതെല്ലാം അദ്ദേഹം നമുക്ക് വേണ്ടിയും നമ്മളെയും പരിചയപ്പെടുത്തി. അതാണല്ലോ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. നമ്മളെയും അവിടെയൊക്കെ കൊണ്ടുപോയി. ഏതൊരു യാത്രാ വിവരണം എന്ന പോലെ നമുക്ക് ഒരുപാട് അറിവ്, അവരുടെ ലാംഗ്വേജ്, അവരുടെ കൾച്ചർ, അവരുടെ ഡാൻസ് പ്രോഗ്രാംസ്, അങ്ങനെ എല്ലാത്തിനെ പറ്റി ഒരു പുതിയ അവബോധം നൽകിയാണ് ഈ ഒരു യാത്രാ വിവരൺ അവസാനിക്കുന്നത്. ഇത് അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഏരിയയെ പറ്റി നമുക്ക് അനുഭവവേദ്യമായി. പ്രത്യേകിച്ചും ഈ ഡാൻസ് ക്ലിപ്പിങ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു മാധ്യമത്തിലൂടെ നമ്മൾ അധ്യയനം നടത്തുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. നമ്മൾ കാണാത്ത കുറേ നൃത്ത രൂപങ്ങളാണ് നമ്മളിതിൽ കണ്ടത്. അപ്പോൾ ആ കണ്ടതായിരുന്നു നോങ്ക്രീം ഡാൻസ്. അത് അവരുടെ ഒരു സമൂഹ നൃത്യമാണ്. ജിസ്മേ കൈ ജോഡെ സ്ത്രീ പുരുഷ് പാവ് തിറക് ഉഠ്തേ ഹേ. സ്ത്രീകളും പുരുഷന്മാരും അതൊരു പ്രത്യേക രീതിയിലാണ് അവരുടെ ചലനം. नृत्य और उत्सव के ज़रिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ഈശ്വർ കോ ധന്യവാദ് ദിയാ ജാത്ത ഹെ. നല്ലൊരു വിളവ് അവർക്ക് കിട്ടിയതിന് അവർ ഈശ്വരന് നന്ദി പറയുന്ന ഒരു ഉത്സവം കൂടിയാണ്. अपने ढंग का अलग नृत्य है यह, अपने अंचल की विविधता को समेटे हुए,
लेकिन इसके पीछे उत्तर और दक्षिण भारत के उन नृत्यों जैसी ही भावना निहित है जो फसल कटाई की खुशी में गांव-गांव में ആയോജിത് കിയേ ജാത്തെ ഹെ. അപ്പം നമ്മുടെ ഫസൽ കട്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിളവെടുപ്പ് അതിനോടനുബന്ധിച്ച് ഒരുപാട് ഉത്സവങ്ങൾ എല്ലാ നാട്ടുരാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റ്സിലും നമ്മുടെ ഇവിടെ ഓണം ഉള്ളതുപോലെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ് ഓണം. അതുപോലെ പൊങ്കലുണ്ട്, അങ്ങനെ ബൈസാഖിയുണ്ട്, അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ രീതിയിലും ഇത് ആഘോഷിക്കപ്പെടും. इसी तरह फसल की बुआई या उसके बाद विभिन्न अंचलों में उत्सव मनाए जाते हैं. जयंतिया पहाड़ियों में भी ऐसा ही उत्सव आयोजित किया जाता है हर वर्ष, जिसका नाम है ബേഹഡേൻ ഖലാം. അതുപോലെ തന്നെ വിത്ത് പാകിക്കഴിഞ്ഞൊരു ഉത്സവമുണ്ട്. അത് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അതിന് ഇതിൻ്റെ ഓരോ ചടങ്ങുകൾക്കും ഓരോ ഉത്സവം കാലാകാലങ്ങളിൽ കൊണ്ടാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ജയന്തിയ ട്രൈബ്സ് ഈ ഒരു ബേഹഡേൻ ഖലാം എന്ന് പറഞ്ഞ ഒരു ഉത്സവം കൊണ്ടാടും. അത് വിത്ത് പാകി കഴിഞ്ഞുള്ള സന്തോഷത്തിനാണ്. नाम में भले ही भिन्नता है, किंतु ऐसे उत्सव देश में हर कहीं मनाए जाते हैं.
रात के समारोह में बांग्ला नृत्य भी देखा था. ഫസൽ കട്ടായിക്ക് ഹർഷോല്ലാസ് കാ നൃത്യ. അതുപോലെ രാത്രിയിൽ ബംഗ്ലാ നൃത്യ കാണാനിടയായി. അത് ഫസൽ കട്ടായിക്ക് ഹർഷോല്ലാസ് കാ നൃത്യ ഹെ. അത് ഈ ഒരു വിളവെടുപ്പ്, നല്ല ഒരു സമൃദ്ധമായ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിനുള്ളൊരു ഡാൻസാണ്. लंबी बड़ी बड़ी लंबी ढोलकों के आकार वाले वाद्यों को साथ लिए अनेक पुरुष मंच पर आ गए थे. उनके साथ थी स्त्रियां और फिर अपनी लय में डूबे वे जाने कितनी देर तक नाचते गाते रहे थे. വലിയ വലിയ ചെണ്ട പോലത്തെ യന്ത്രങ്ങളെടുത്തിട്ട്, വാദ്യയന്ത്രങ്ങളെടുത്തിട്ട് അവരിങ്ങനെ ഡാൻസ് ചെയ്യായിരുന്നു. संगीत की लयबद्ध धारा बह चली थी. संस्कृति की यह परंपरागत अजस्र धारा जाने कितनी शताब्दियों से बहती चली आ रही है. यहाँ इन पर्वतमालाओं में ही नहीं, देश देश के हर कोने में, जिसका नाम कहीं बैसाखी हो जाता है तो कहीं പൊങ്കൽ या कहीं कुछ और. അപ്പോൾ ഈ പ്രദീപ് പന്ത് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഈ ഉത്സവം, ഈ വിളവെടുപ്പിനോടനുബന്ധിച്ച ഉത്സവം ബൈസാഖി എന്നറിയപ്പെടും, ചിലയിടത്ത് പൊങ്കൽ എന്നറിയപ്പെടും. പേര് മാറ്റമെന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആ ഒരു പവിത്രമായ ഒരു ഭാവന, ആ ഒരു വികാരം ഒന്ന് തന്നെയാണ്. मैं यही सब सोच रहा हूँ कि तभी एक स्थान पर जीप रुकती है. हम उतरते हैं. यह ऊंची पहाड़ी है, नीचे जंगल. सांगमा दूर उस पार इशारा करते हुए कहते हैं, यह देखिए, यहाँ से बांग्लादेश और साफ दिखाई दे रहा है. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ വന്ന സാങ്മ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പറയുന്നതാ, അപ്പുറത്ത് നോക്കിയേ ബംഗ്ലാദേശ് കറക്റ്റായിട്ട് കാണാം. ഇത് നിസ്സാര കാര്യമല്ല, നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയാണ് കാണുന്നത്. वह बिल्कुल ठीक कह रहे हैं. इतना नज़दीक है बांग्लादेश कि विमान से उड़ान भरी जाए तो 1 मिनट भी न लगे वहाँ पहुँचने में. वही पानी में डूबा भूभाग. लेकिन इस बार बांग्लादेश के गांव की छतें तक साफ दिखाई पड़ रही हैं. बगल में एक गोलाकार विशाल पत्थर है. सांगमा बताते हैं यह प्राकृतिक शिवलिंग है. അപ്പോഴാണ് അതിൻ്റെ അടുത്തൊരു ശിവലിംഗം, അതും ഒരു നാച്ചുറൽ ശിവലിംഗം, ആരും ക്രിയേറ്റ് ചെയ്തതല്ല, തന്നെ അവിടെ പ്രകൃതിദത്തമായ ഒരു ശിവലിംഗം കാണാനിടയായി. फिर वह कुछ दूर पर वैसे ही एक अन्य शिवलिंग की ओर संकेत करते हैं. सचमुच प्रकृति का आश्चर्य है ये शिवलिंग. और आश्चर्य तो मौसमाई गांव की गुफाएं भी हैं. അവിടെ പിന്നെ വേറെ രണ്ട് പ്രകൃതിദത്തമായ തന്നെ വേറെ രണ്ട് അതിശയങ്ങൾ കണ്ടു. ഒന്ന്, പല സ്ഥലത്തും നാച്ചുറൽ ശിവലിംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മോസ്മായി ഗ്രാമത്തിലെ ഗുഹകൾ വളരെ ഫേമസ് ആണ്. കേവ്സ്, നാച്ചുറൽ കേവ്സ് ആണ്, മനുഷ്യനിർമ്മിതമല്ല. हमारी जीप इन गुफाओं की ओर बढ़ रही है. तभी कुछ बच्चे हाथों में बिना जली मशालें लिए दिखते हैं. जीप रुकती है. सांगमा अपनी भाषा में इन हंसते खिलखिलाते बच्चों से कुछ पूछते हैं. शायद यह कि एक मशाल कितने की है. ബच्चे एक साथ उत्तर देते हैं. അപ്പോൾ ആ ഗുഹകളുടെ അടുത്ത് കുറേ ഗ്രാമത്തിൽ തന്നെ കൊച്ചു കുട്ടികൾ നിൽക്കുന്നതാണ്. അവരുടെ കയ്യിൽ ഈ പന്തമുണ്ട്, തീപ്പന്തമില്ലേ, കത്തിക്കാത്ത തീപ്പന്തം, മഷാൽ എന്ന് പറയും. അതെന്തിനാന്ന് വെച്ചാൽ ഈ കേവ്സിൻ്റെ അകത്ത് പോകുന്ന ടൂറിസ്റ്റുകൾ ഈ പന്തം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, വിലയ്ക്ക് കൊടുത്ത് വാങ്ങിക്കും. എന്നിട്ട് അത് കത്തിച്ചിട്ട് വേണം അകത്ത് പോകാൻ, കാരണം അത്രയ്ക്ക് കൂരാക്കൂരി ഇരുട്ടാണ്, ഗുഹയല്ലേ. और सांगमा जेब से 2 रुपये के 2 नोट निकाल कर उन्हें देते हैं और 2 मशालें ले लेते हैं. ये क्यों, मैं पूछता हूँ. गुफाएं इतनी अंधेरी हैं कि आप मशाल या टॉर्च जलाए बिना उनमें प्रवेश नहीं कर सकते. सांगमा का एक साथी कहता है. അപ്പോൾ എന്തിനാണ് ഈ പന്തം വാങ്ങിച്ചതെന്ന് ഞാൻ ചോദിക്കും. അപ്പം പറയാൻ ആ ലോക്കൽസ് പറഞ്ഞ് ഈ തീപ്പന്തം കത്തിക്കാതെ ഈ ഗുഹകൾ, ഈ മോസ്മായി കേവ്സിൻ്റെ അകത്ത് പോകാനൊക്കത്തില്ല, നല്ല ഇരുട്ടാണ്. और हम गुफाओं के एकदम निकट पहुंच गए हैं. द्वार के पास ही अंधेरा है. अंदर तो जाने कितना अंधेरा होगा. हमने मशालें जला ली हैं. അങ്ങനെ ഞങ്ങൾ ആ തീപ്പന്തമൊക്കെ കത്തിച്ച് ആ കേവ്സിൻ്റെ അകത്തേക്ക് പോകും. और हम गुफाओं के अंदर आगे बढ़ रहे हैं. अगल बगल ऊपर नीचे पत्थर ही पत्थर. अभी ये पत्थर गिर पड़े तो हम लोगों का किसी को पता तक न चले. അപ്പം ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ ശരിക്കും നല്ല ഡാർക്ക്, 4 വശവും പാറകൾ. ആ പാറകളെങ്ങാണ് ഇടിഞ്ഞു വീണ, ഈ ഉരുൾപൊട്ടൽ പോലെ വല്ലതും ഉണ്ടായി ഇടിഞ്ഞു വീണാൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് തീർന്നു. പക്ഷേ സാങ്മ എന്താ പറയുന്നത്, സദിയോं से ये गुफाएं इसी तरह हैं और दूर बहुत दूर तक चली गई हैं.
ഇത് കാലാകാലങ്ങളിൽ ഈ ഗുഹകളിൽ ഒരു ആപത്തും വന്നിട്ടില്ല. ഇത് നാച്ചുറൽ കേവ്സ് ആണ്, ഇതിനൊരു പ്രശ്നവും വരുത്തില്ല. कहीं कोई छेड़छाड़ नहीं की गई है इन प्राकृतिक गुफाओं के साथ. जैसी थी वैसी ही रहने दिया गया है. ആരും ഇതിനെ ഒന്നും, ഇത് നാച്ചുറലായിട്ടുള്ള ഗുഹകളാണ്. ഇതിലെ ആരും മനുഷ്യൻ നിർമ്മിതമായ ഒരു പ്രവൃത്തിയും ഈ ഗുഹകളിൽ നടത്തിയിട്ടില്ല. പാറ പൊട്ടിക്കുകയോ മണ്ണ് വാന്തുകയോ അങ്ങനെ പാറ പൊട്ടിക്കുകയോ അതിൻ്റെ ഷേപ്പ് മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇതുവരെ ഒരു ആപത്തും വന്നിട്ടില്ല. हम लोग कुछ दूर जाकर लौट पड़ते हैं जैसे किसी ആശ്ചര്യ ലോക് സെ ലോട്ട് രഹേ ഹോ. ഞങ്ങൾ കുറേ ദൂരെ അകത്ത് പോയി ഇരുട്ടത്തുള്ള ആ ഗുഹയ്ക്കകത്ത്. ശരിക്കും ഒരു കാണാത്തൊരു കാഴ്ചയായിരുന്നു. നമ്മൾ കടൽ കണ്ടിട്ടുണ്ട്, നമ്മൾ മലകൾ കയറിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. मशालें अब भी जल रही हैं, हमने उन्हें बुझाकर एक तरफ फेंक दिया है. सांगमा बताते हैं ये गुफाएं गांव वालों की अपनी संपत्ति हैं, लेकिन गांव वालों ने इन्हें देखने के लिए टिकट नहीं लगाया है. बस गांव के बच्चे मशालें बेचकर 8-10 रुपये रोज़ कमा लेते हैं. ടൂറിസ്റ്റ് സീസൺ മേ ആംദനി ജറൂർ കുച്ച് ബഡ് ജാത്തി ഹെ. അപ്പോൾ സാങ്മ പറയാണ്, ഈ ഗുഹകൾ വാസ്തവത്തിൽ ഒരു പ്രകൃതിദത്തമായ ഒരു സൗന്ദര്യമാണ്. ഇതിന് ഇവിടുത്തെ ഗ്രാമീണർ ടൂറിസ്റ്റുകൾക്ക് ഇതിനകത്ത് കയറാൻ ടിക്കറ്റൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. പൊതുവേ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാവരും അതൊരു ടൂറിസ്റ്റ് കച്ചവടമായിട്ട് മാറ്റും. പക്ഷേ ഇവിടുത്തെ ഗ്രാമീണ കുട്ടികൾ കുറച്ച് ഈ തീപ്പന്തങ്ങൾ വിറ്റ് കാശുണ്ടാക്കുമെന്നല്ലാതെ തുച്ഛമായ വരുമാനം, അതും ടൂറിസ്റ്റ് സീസൺ ആകുമ്പോൾ അല്പം വരുമാനം കൂടും, അല്ലാതെ അവിടെ വേറെ ഇതിനെ ഈ ബിസിനസ് ഒരു ഏരിയ ആക്കി മാറ്റാൻ ഒന്നും തന്നെ ആ ഗ്രാമീണർ ചെയ്തിട്ടില്ല. अब हम लोग शिलोंग की तरफ लौट रहे हैं. आते समय सड़क के उस पार जो पहाड़ कोहरे में छिपे हुए थे वे अब साफ दिखाई पड़ रहे हैं. कोहरा छंट गया है. पहाड़ों से बहते हुए एक के बगल एक दर्जन भर झरने नज़र आ रहे हैं. झरनों से गिरते पानी का संगीत चारों ओर गूंज रहा है. इस संगीत और दिल्ली बम्बई की सड़कों के शोर में अंतर है. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറേ ഝർണ, കുറേ അരുവികൾ, കുറേ വെള്ളച്ചാട്ടം, ഇതിൻ്റെയൊക്കെ സൗണ്ട് ഒരു മനോഹരമായ മ്യൂസിക് പോലെയാണ്. നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡൽഹിയും ബോംബെയിലെ ആ റോഡുകളുടെ തിരക്കും ആ പൊല്യൂഷനും ആ സൗണ്ട് പൊല്യൂഷനും എയർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനും എല്ലാം കൂടെ നമുക്ക് ആലോചിക്കാനേ വയ്യ. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം. संगीत और शोर में तो अंतर होता ही है, पर यदि सैकड़ों फुट ऊपर से गिरते पानी की आवाज़ को शोर भी कहा जाए तो इस शोर और दिल्ली बम्बई की सड़कों पर भागते वाहनों के शोर में अंतर है. मन करता है झरनों के इस शोर और संगीत में सदा सदा के लिए खो जाओ, लेकिन चाहते हुए भी संभव नहीं है. അഗ്ലേ ദിൻ ദില്ലി ലോട്ട്നാ ഹെ. ഈ ഒരു വെള്ളച്ചാട്ടം, അതിൻ്റെ ഒരു മനോഹരമായ സംഗീതം, അരുവികൾ, പിന്നെ ഇടയ്ക്ക് ചാറുന്ന മഴ, അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഒരു പ്രദേശം വിട്ടു പോകാൻ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിന്, പ്രദീപ് പന്തിന് കഴിയുന്നില്ലായിരുന്നു. പക്ഷേ അഗ്ലേ ദിൻ ദില്ലി ലോട്ട്നാ ഹെ, അവരുടെ താമസിക്കുന്ന സ്ഥലം ദില്ലിയാണ്. ദില്ലി എന്താണ്, ദില്ലിയെപ്പറ്റി അദ്ദേഹം പറയുന്നത് എന്താണ്, ഏക് മഹാനഗർ ജോ മഹാനഗർ കം और മഹാകസ്ബ അധിക് ഹെ. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ഡൽഹി. ആ ഡൽഹിയുടെ സബേർബ്സിലുള്ള ഒരു കാഴ്ച കണ്ടാൽ വാസ്തവത്തിൽ അത് ഒരു സിറ്റിയല്ല, മഹാകസ്ബയാണ്. കസ്ബ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫാസ്റ്റ് ഗ്രോയിങ് വില്ലേജ്. ടോട്ടലി മോഡേൺ സിറ്റിയായി മാറിയില്ല, ടൗണായി മാറിയില്ല, എങ്കിൽ ഗ്രാമത്തിൻ്റെ വിശേഷതകൾ ഉണ്ട് താനും. രണ്ടും അല്ലാത്തൊരു മിക്സ്. അപ്പോൾ ഇത് ഡൽഹിയിലെ, നമ്മൾ ഡൽഹിയിൽ ടൂറിന് പോകുമ്പം ഡൽഹിയിലെ മെയിൻ ഏരിയാസാണ് കാണുന്നത്. അത് വളരെ വിശാലമായ റോഡുകളും വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. പക്ഷേ അതിൻ്റെ സബേർബ്സ്, നമ്മളൊന്ന് ആഗ്രയിലോട്ട് പോയി നോക്കിയേ, നമ്മളതിൻ്റെ ആ ഒരു സിറ്റി വിട്ടു നോക്കിയേ, അതൊരു ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ്. ഗ്രാമവും അല്ല, ഗ്രാമത്തിൻ്റെ സ്വച്ഛതയില്ല, ഒരു സിറ്റിയുടെ ഭംഗിയില്ല, രണ്ടും അല്ലാത്തൊരു മഹാകസ്ബയാണ്. വളരെ പൊല്യൂട്ടഡാണ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ലെതർ ഇൻഡസ്ട്രീസ് പ്രത്യേകിച്ചും, പിന്നെ അല്ലാതെ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റിയാണ് ദില്ലി. जिसे हम रोज़ जाने कितनी बार कोसते हैं, लेकिन अपने ही फैलाए जाल में फंसकर जहाँ रहने के लिए हम अभिशप्त हैं.
എന്നും ഹം കോസ്തേ ഹേ, കോസ്ന എന്ന് വെച്ചാൽ പഴിചാരുക, എന്നും ശപിക്കുക ഈ ഒരു സിറ്റിയിൽ താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ. പക്ഷേ അപ്നെ ഹി ഫെലായി ജാൽ മേ ഫസ്കർ രഹനെ കെ ലിയെ ഹം അഭിശപ്ത് ഹേ, നമ്മൾ തന്നെ അവിടെ കുറേ വല വിരിച്ചിരിക്കുന്നു, മനുഷ്യൻ തന്നെ വിരിച്ചിരിക്കുന്ന വലയിൽ മനുഷ്യൻ തന്നെ ജീവിക്കാൻ അഭിശപ്തനാണ്, വിധിക്കപ്പെട്ടവനാണ്. अकेला मैं ही नहीं, तमाम लोग जो देश के कोने कोने से आकर दिल्ली की भीड़ में खो गए हैं, अपनी पहचान गंवा बैठे हैं. അപ്പോൾ പ്രദീപ് എന്ന് പറയുന്ന ഞാൻ മാത്രമല്ല, അക്കേല മൈ ഹി നഹി, തമാം ലോഗ്, ഒരുപാട് ആൾക്കാർ, ജോ ദേശ് കി കോനെ കോനെ സെ ആക്കർ ദില്ലി കി ഭീഡ് മേ ഖോ ഗയേ ഹൈ, രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ഇന്ത്യയുടെ പല സ്റ്റേറ്റ്സിൽ നിന്നും ഡൽഹി എന്ന മഹാനഗരത്തിൽ വന്ന് ജോലി തേടി വന്ന് അവിടെ അങ്ങ് സെറ്റിലായവർ ദില്ലിക്ക് ഭീഡുമേ ഖോ ഗയേ ഹൈ. ദില്ലി ഒരു വലിയ ഒരു ഭീഡാണ്, ഒരു ആൾക്കൂട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ അസ്തിത്വം, നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മളങ്ങ് ഇല്ലാതാക്കി ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അപ്നി പെഹചാൻ ഗവാ ബേട്ടെ ഹെ, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ അങ്ങ് വന്നങ്ങ് ഒത്തുചേരുകയാണ്. ഉൻകെ പാസ് അപ്ന കഹനെ കോ ബസ് കേവൽ അപ്ന നാം ഹി ഹെ, നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയാൻ നമ്മുടെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഡൽഹി എന്ന മഹാനഗരം, അത് സെയിം ആണ്. ബൊംബൈ ആയാലും കൽക്കട്ട ആയാലും മദ്രാസ് ആയാലും മഹാനഗരത്തിലെ അവസ്ഥയെല്ലാം സെയിം ആണ്. धरती और आकाश से, प्रकृति और उसके आश्चर्यों से उनका संपर्क मानो भंग हो गया है. ഭൂമി ഏതാണ്, ആകാശം ഏതാണ്, പ്രകൃതി എന്തുവാണ്, അതിൻ്റെ സൗന്ദര്യം എന്താണ്, അതിൻ്റെ അത്ഭുതങ്ങൾ എന്താണ്, അതെല്ലാം അതിനോടെല്ലാം നമ്മുടെ ടച്ച് ഡൽഹിയിൽ വന്ന് പോയി കഴിഞ്ഞു, മഹാനഗരത്തിൽ വന്ന് പോയി കഴിഞ്ഞു. हम लोग फिर वही ऊंची नीची सर्पाकार सड़कों पर हैं, दोनों तरफ कभी പഹാഡ് ആത്തെ ഹേ കബി സപാട്ട് ഹരി ഭരി ജമീൻ. അപ്പം ഞങ്ങൾ ആ മേഘാലയയുടെ താഴോട്ട് നമ്മളൊരു ചുരം ഇറങ്ങുന്ന പോലാണ്, താഴോട്ട് ഇറങ്ങുമ്പോൾ സർപ്പാക്കാർ റോഡാണ്, സർപ്പത്തെ പോലെ പണിഞ്ഞ് കിടക്കുന്ന യു ടേൺസ് ഉള്ള റോഡുകൾ, കാരണം മൗണ്ടനിൽ നിന്ന് അങ്ങനെ ഇറങ്ങാൻ നോക്കും, മൗണ്ടനസ് ഏരിയയിൽ നിന്ന്. ദോനോ തരഫ് കബി പഹാഡ് ആത്തെ ഹേ തോ കബി സപാട്ട്, രണ്ട് വശത്തും ഇങ്ങനെ ടേൺ എടുക്കുമ്പോൾ ചിലപ്പം മൗണ്ടൻസ് കാണാം, ചില സമയത്ത് സപാട്ട് मैदान കാണാം, ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ കാണാം. हरी भरी ज़मीन, खासी पहाड़ के लोगों की ज़मीन जिस पर उन्होंने खेती की हुई है. പല സ്ഥലത്തും അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇല്ലേ. മൈത്തി ബാസാർ എന്നുള്ളൊരു ബാസാറുണ്ടെന്നും, അതുപോലെ ഇങ്ങനെ മോസ്മായി ഗ്രാമത്തിലുള്ള ഗുഹകളുണ്ടെന്നും, അത് നാച്ചുറൽ കേവ്സാണ്, മനുഷ്യർ കൊത്തി ഉണ്ടാക്കിയതല്ല, അതൊരു കേടുപാടും കൂടാതെ ഈ നാച്ചുറൽ കേവ്സ് അവിടെ ഉണ്ടെന്നും. പിന്നെ അതുപോലെ നമ്മൾ എന്താ കണ്ടത്, നോങ്ക്രേൻ ഡാൻസ് കണ്ടു, അത് നമുക്ക് വളരെ കളർഫുള്ളായിട്ട് തോന്നി ഇല്ലേ, വളരെ സ്ലോലി മൂവ് ചെയ്യുന്ന ഒരു ഡാൻസ് ഫോം. പിന്നെ നമ്മൾ ഈ ഒരു 3 മൗണ്ടൻ ഏരിയ ഉണ്ടെന്നും, ഖാസി, ജയന്തിയ, ഗാരോ, അതിൽ തന്നെ ഖാസികൾ മംഗോളിയൻസിൻ്റെ അവരുടെ ആൻസിസ്റ്റേഴ്സ് മംഗോളിയൻസ് ആണെന്നും, അതിൽ തന്നെ ഖാസികളുടെ ആൻസിസ്റ്റേഴ്സ് മംഗോളിയൻസ് ആണെന്നും, മറ്റവരുടെ ഗാരോയുടെ ആൻസിസ്റ്റേഴ്സ് ടിബത്തും ബോഡോ അങ്ങനെ പറയപ്പെടുന്നു, ഖാസികൾക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ജൂം ഖേത്തി, അത് നമുക്കൊരു പുതിയ അറിവാണ് അല്ലേ, ഷിഫ്റ്റ് കൾട്ടിവേഷൻ, എങ്ങനെ അവർ വനപ്രദേശത്തിൽ ഒരു ഏരിയ ക്ലിയർ ചെയ്തിട്ട് അവിടെ കൃഷി ചെയ്തിട്ട് പിന്നെ 10-20 വർഷം കഴിഞ്ഞ് അവിടെ തിരിച്ചു വന്ന് അപ്പോൾ ആ ലാൻഡ് ഫെർട്ടൈലാവുന്നു. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുത്താതെ ചെയ്യുന്ന കൾട്ടിവേഷൻ. അങ്ങനെ ഈ ചെറാപുഞ്ചി ആയാ ഹും. ആക്ച്വലി ഇത് ഞാൻ കഴിഞ്ഞ വർഷം ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾക്ക് എടുത്തപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഇത്രയും അറിവില്ലായിരുന്നു. കാരണം ഇതിങ്ങനെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇതെന്ന് മനസ്സിലായത്. മറ്റേതിങ്ങനെ വെറുതെ പഠിപ്പിച്ചു പോയി, ഇതങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് ഇത്രയും റെഫറും ഞാൻ ചെയ്തില്ല വാസ്തവത്തിൽ. അപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ അത് കാണാൻ പറ്റുക എന്നുള്ളത്. ആ ഒരു നോങ്ക്രേൻ ഡാൻസ് കാണാൻ പറ്റുന്നതും, പിന്നെ അവരുടെ ആൾക്കാരുടെ ആ ഒരു രീതി, ഒരു വേഷവിധാനം, അവരുടെ ഒരു എല്ലാം കൊണ്ടും ഒരു പുതിയ അനുഭവമായിരുന്നു. നമ്മൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു, കേവ്സ് കണ്ടു, പിന്നെ നമ്മൾ മേഘാലയയാണ് ഏഷ്യയുടെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ഉള്ള സ്ഥലമെന്ന് കണ്ടു. അതും എനിക്ക് വലിയ ടച്ചിങ് ആയിട്ടൊരു അനുഭവമായിരുന്നു. ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ്, അതും ആ വില്ലേജിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ നമുക്ക് എങ്ങനെ ഓരോ വില്ലേജറും അത് പ്ലാസ്റ്റിക് ഫ്രീ ആണ് 10-14 വർഷം കൊണ്ട്.
എങ്ങനെ ഓരോ വില്ലേജറും അതിനെ വേൾഡിലെ ക്ലീനസ്റ്റ് വില്ലേജ് ആക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്നും മനോഹരമായ ചെടികളൊക്കെ നട്ട് എല്ലാവരും വളരെ വെളിയിൽ നിന്നുള്ള സഹായമില്ലാതെ അവർ തന്നെ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ക്ലീനായിട്ട് വെക്കുക എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാഠമായിരുന്നു. ആസ്വദിക്കാൻ പറ്റിയൊരു ചാപ്റ്ററായിരുന്നു ഈ ചേരാപുഞ്ചി സേ ആയാ ഹൂം. അപ്പോൾ നമുക്കിനി അടുത്ത അപ്ലോഡിങ്ങിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.